നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കുവെക്കാൻ കർത്താവ് തന്ന അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിച്ച തിരുവചന ഭാഗങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അന്ന് ഞാൻ സംസാരിച്ച കാര്യങ്ങളെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഒന്ന് ഓർപ്പിക്കാം. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ദൈവത്തെ ഒരു ഭയത്തിൽ നിന്നാണ് ആരാധിക്കുന്നത്. എവിടെയോ കോപിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവർ ശ്രമങ്ങൾ നടത്തുകയാണ്. എന്നാൽ നാം കോപിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല, നമ്മിൽ പ്രസാദിച്ച് പുത്രന്റെ മരണത്താൽ നമ്മളോട് നിരപ്പ് വന്ന ഒരു ദൈവത്തിന്റെ അടുക്കലാണ് നാം വന്നിരിക്കുന്നത്. എന്ത് ചെയ്താൽ ദൈവത്തിന് സന്തോഷം വരും എന്ന് ചിന്തിച്ച് പൂജ ചെയ്യുന്ന, ആരാധിക്കുന്ന ജാതികളായ മനുഷ്യരുടെ നടുവിൽ നമ്മളിൽ പ്രസാദിച്ച്, നമ്മളോട് കരുണ തോന്നി, നമ്മളോട് ദയ തോന്നി, ക്രിസ്തുവിൽ നമ്മെ എല്ലാം മക്കളാക്കിയിരിക്കുന്ന ഒരു പിതാവിന്റെ അടുക്കലാണ് നാം വരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ അർത്ഥവത്തായിട്ട് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയത്തുള്ളൂ. നരകത്തെക്കുറിച്ചുള്ള ഭയമോ സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളോ അല്ല ദൈവത്തെങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ്. നാം വായിച്ചു, റോമർ 5 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. ദൈവസ്നേഹം മറ്റൊന്നിനാലും നിങ്ങളുടെ ഉള്ളിലേക്ക് വരത്തില്ല. അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ വരികയുള്ളൂ. പുസ്തകം വായിച്ചുകൊണ്ടോ പ്രസംഗം കേട്ടത് കൊണ്ടോ അതൊക്കെ അതിനുള്ള ഓരോ ഉപാധികൾ എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവാണ് ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിലാക്കുന്നത്. ആ ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് യോഹന്നാൻ 17:23. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് അവര് അറിയേണ്ടതിന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്തറിയണം എന്നാണ് യേശുവിന്റെ ആഗ്രഹം? പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. വേറെ ഒന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് നഷ്ടമില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അടുത്ത മാസം നിങ്ങളുടെ ജീവിതം എന്തായി തീരും എന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളുടെ മക്കളുടെ അഡ്മിഷനോ നിങ്ങളുടെ ജോലിയോ വിസയോ എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു അടുത്ത മാസം, അടുത്ത ആഴ്ച, അടുത്ത വർഷം, ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു നഷ്ടവും. ഇതൊന്നും അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. നിങ്ങൾ അറിയേണ്ടത് ഇതാണെന്ന് യേശു പറഞ്ഞത്, എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നു എന്നവരറിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങൾ അറിയണ്ടേ? എന്നാണ് എനിക്ക് വിടുതൽ, ഞങ്ങളുടെ വിസ എന്നാ ശരിയാകുന്നത്, ഞങ്ങളുടെ പിള്ളേരുടെ ഭാവി എന്താവും, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹം എന്താണ്? എനിക്കിതൊന്നും അറിയാൻ ആഗ്രഹമില്ല. എനിക്കറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അടുത്ത മാസം ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിയണ്ട. എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതി, പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന ദ എക്സാക്ട് വേ, എക്സാക്ട് ഡിഗ്രിയിൽ തന്നെ എന്നെയും സ്നേഹിക്കുന്നു. അതറിഞ്ഞാൽ അടുത്ത മാസം ഫീസ് കൊടുക്കുന്നതോ അടുത്ത മാസത്തെ എൻ്റെ ആവശ്യങ്ങൾ നിറവേറാനുള്ള പണം എവിടുന്നാണെന്നോ ഒന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ല. കാരണം ഞാനത് അറിഞ്ഞാലും അറിഞ്ഞില്ലേലും പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് എന്നോട് ഒരാൾ പറയുകയാണ് അടുത്ത മാസം ഒരു വിടുതലുണ്ട് എന്നൊരാൾ എന്നോട് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. കാരണം എന്നെ യേശു ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ് പിതാവ്. അതുകൊണ്ട് എനിക്ക് ഇനിയും പ്രത്യേകിച്ച് ഒന്നും കേട്ടുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷം കൂടാനോ കുറയാനോ ഒന്നും പോകുന്നില്ല. എനിക്കൊരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനെ എത്രയധികം സ്നേഹിക്കുന്നു അത്രയധികം എന്നെ പിതാവ് ഇപ്പോൾ സ്നേഹിക്കും. അത് മതി എനിക്കറിയേണ്ടത്, ബാക്കിയൊന്നും അറിയണ്ട. ബാക്കി എൻ്റെ മോന്റെ കാര്യമോ ഭാവിയുടെ കാര്യമോ ശുശ്രൂഷയുടെ കാര്യമോ ഇപ്പോഴുള്ള രോഗം എന്തായി തീരുമെന്നോ, കൊറോണ എന്ന് തീരുമെന്നോ, എന്ന് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നോ, എന്ന് വീട് പണി നടക്കുമെന്നോ ഒന്നും എനിക്കറിയണ്ട. അതിലെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമത് നമ്മൾ വായിച്ച വാക്യം യോഹന്നാൻ 5:9 15:9 തോന്നുന്നു.
പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പോലെ തന്നെ പുത്രനും നിങ്ങളെ സ്നേഹിക്കുന്നു. രണ്ടുപേരുടെ സ്നേഹം ആ ഗ്യാരണ്ടി ആയിട്ട് തന്നിരിക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പോലെ തന്നെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരപ്പനും തന്റെ മകനെ സ്നേഹിക്കുന്ന പോലെ അയലോക്കത്തെ മകനെ സ്നേഹിക്കത്തില്ല. മോനെ എന്ന് വിളിക്കത്തേ ഉള്ളൂ, പക്ഷെ സ്നേഹിക്കത്തില്ല. യേശു പറയുന്ന ഗ്യാരണ്ടി എന്നറിയും, എന്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കും. ഇതൊക്കെയാണ് എന്റെ ജീവിതത്തിൽ ഒത്തിരി വിടുതൽ നൽകിയത്, സ്വസ്ഥത നൽകിയത്. ഇന്ന് ഞാൻ മറ്റൊരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. യൂദായുടെ ലേഖനം 20-21 വാക്യങ്ങളൊന്ന് വായിക്കാം. യൂദായുടെ ലേഖനം 20-21. 21 വാക്യം വായിച്ചാൽ മതി, പക്ഷെ അത് ആരംഭിക്കുന്നത് 20 ന്ന്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവസാനത്തെ ആ വാക്ക് മാത്രം എടുക്കുകയാണ്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. കീപ് യുവർ സെൽഫ് ഇൻ ഗോഡ്സ് ലവ്. നിങ്ങളെ എവിടെയാ സൂക്ഷിക്കണ്ടേ? ദൈവസ്നേഹത്തിൽ. അവിടെയാ നിങ്ങൾ സെക്യൂർ ആയിരിക്കുന്നത്. വേറെ ഒരിടത്തും നിങ്ങളെ വെച്ചാൽ നിങ്ങൾ സുരക്ഷിതമല്ല. നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലം, നിങ്ങളെ സ്നേഹിച്ച നിങ്ങളുടെ ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. നിങ്ങൾ ഇപ്പോൾ ഗൾഫിൽ ആയിരിക്കാം ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം പേർ. നിങ്ങൾക്ക് അവിടെ ഒന്നും ഒരു സുരക്ഷിതത്വമില്ല. എന്നാ നാട്ടിൽ പോരേണ്ടി വരുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഈ കൊറോണ ഇതിന്റെ അടുത്ത ലെവലിലേക്ക് കൂടിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയൊക്കെ പോയെന്നിരിക്കാം. നാളെ ഒരു പെട്ടെന്നുള്ള ഒരു അസുഖം വരുവോ, നാട്ടിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രയാസം വരുവോ ഒക്കെ ചെയ്താൽ എല്ലാ കിടപ്പാടും ഒക്കെ വിട്ടു പോരേണ്ടി വരും. പക്ഷെ അവിടെ ഒന്നും നിങ്ങളുടെ സുരക്ഷിതമല്ല. ഇന്നത്തെ ജോലിയോ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കൈവശമുള്ള പണമോ ഒന്നും സുരക്ഷിതമല്ല. സൂക്ഷിക്കേണ്ടത് നിങ്ങളെ എവിടെയാ? ദൈവസ്നേഹത്തിൽ തന്നെ നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവിടെ ഇരുന്നാലുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ രോഗം എന്ന് സുഖമാകുമെന്നോ, എന്ന് കാര്യങ്ങൾ നടക്കുമെന്നോ, ആരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നോ ഒന്നും നിങ്ങൾക്കൊരു ഭാരമില്ല. നിങ്ങൾ അവിടെ സ്വസ്ഥന. ദൈവസ്നേഹം അറിയാത്ത ഒരു ദൈവവേദന അനാഥന. ഒത്തിരി ദൈവമക്കൾ ദൈവസഭയിൽ അനാഥരായിട്ടാണ് ജീവിക്കുന്നത്. ദേ ആർ ലൈക്ക് ഓർഫൺസ്. Though they are born again Christian, they are living like an orphans. രക്ഷിക്കപ്പെട്ടിട്ടും അനാഥ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? അവരുടെ മുഖത്തൊരു വിഷാദഭാവം, അവരുടെ മുഖത്ത് എവിടെ ഒരു സുരക്ഷിതയില്ലായ്മയുണ്ട്. അപ്പനും അമ്മയുള്ള പിള്ളേർ കളിക്കുന്നത് പോലുള്ള ഒരു കോൺഫിഡൻസ് ആ പിള്ളേരിൽ കാണത്തില്ല. കാരണം അവർ അനാഥ കുഞ്ഞുങ്ങളാണ്, ആരോ ഇല്ലാത്ത ഒരു പ്രതീതി. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ചിലപ്പോൾ ചിലരുടെ പ്രാർത്ഥന കേട്ടാൽ അനാഥ പിള്ളേരുടെ പ്രാർത്ഥന പോലെയാണ്. ആരും ഇല്ല, അയ്യോ ഞങ്ങളെ സഹായിക്കണേ, നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലേ, നീ മതിയല്ലോ, പിന്നെ ആരാ വേണ്ടേ? പക്ഷെ എന്തായാലും കരഞ്ഞോണ്ടാ പ്രാർത്ഥിക്കുന്നത്, നീ അല്ലാതെ ഞങ്ങൾക്ക് ഒരു ആരും ഇല്ലേ. ഓർഫണാ നമ്മള് അല്ല, നമ്മൾ ഓർഫൺ അല്ല. ക്രിസ്തു ദൈവത്തിന്റെ സ്നേഹത്തെ അറിഞ്ഞു കഴിയുമ്പോൾ അനാഥത്വം മാറും, ഭയം മാറും. ഈ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. സ്വയം സഹതാപം. ഇംഗ്ലീഷിൽ അതിന് സെൽഫ് പിറ്റി എന്ന് പറയും. സ്വയമായിട്ട് സഹതപിക്കുക. അയ്യോ എനിക്ക് ആരുമില്ല, എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എനിക്ക് വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, അപ്പൊ എന്റെ ജോലി ഒരു ചെറിയ ജോലിയാ, എനിക്ക് അതുകൊണ്ടൊന്നും വലിയ കാര്യം നടക്കത്തില്ല, അവർക്കൊക്കെ എന്നെക്കാളും നല്ല ചുറ്റുപാടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്കും ഇങ്ങനൊരു സ്വയ സഹതാപമുണ്ട്. ഈ 1989 ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 90 ഞാൻ കേരളത്തിൽ നിന്ന് വടക്കേ ഇന്ത്യക്ക് ട്രെയിൻ കയറി പോകുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് 140 രൂപയായിരുന്നു. ഞാൻ 140 രൂപയുമായിട്ട് കേരളത്തിൽ കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ന്യൂഡൽഹിക്ക് ട്രെയിൻ കയറുമ്പോൾ എനിക്ക് റിസർവേഷൻ ഇല്ല. 3 പകലും 2 രാത്രിയും ഞാൻ ട്രെയിനിന്റെ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ നിലത്തിരുന്ന യാത്ര ചെയ്തു. അത് നല്ല ചൂടുള്ള സമയമാണ്. ഏകദേശം 48-49 ഡിഗ്രി ചൂടിലൂടെയാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ഈ ട്രെയിനിന്റെ ഇരുമ്പ് ചട്ടക്കൂട് മുടിഞ്ഞും ചുട്ടു പഴുത്തിട്ട് നിലത്തിരുന്നിരുന്ന് 3 രാത്രിയും 2 പകലും അത്ര ബുദ്ധിമുട്ടുള്ള എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ അതൊന്നും വലിയ ഭാരമായിട്ട് തോന്നിയില്ല. ഞാൻ കർത്താവിനെ സാക്ഷിപ്പാനായിട്ട് വടക്കേ ഇന്ത്യയിൽ പോകണമെന്നും അവിടെ മരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് എന്റെ 19ാമത്തെ വയസ്സിൽ വണ്ടി കയറിയതാ. അങ്ങനെ ഞാൻ വടക്കേ ഇന്ത്യയിൽ ചെന്നു. സംഭവബഹുലമായ ജീവിതം, യാത്ര, പല പ്രാവശ്യം മനുഷ്യരാലുള്ള മർദ്ദനം, ആപത്ത്, ക്രൂരന്മാരായ മനുഷ്യരുടെ കൈകളിൽ അകപ്പെട്ടത്, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, ആഹാരമില്ലാത്ത അവസ്ഥ,
48 ഡിഗ്രി 50 ഡിഗ്രി ചൂടിൽ ഫാൻ പോലും ഇല്ലാത്ത ജീവിതം, -ഡിഗ്രിയിൽ ചൂടുവെള്ളം അനത്തി കുളിക്കാൻ പോലും ഇല്ലാതെ തണുത്ത ഐസ് കട്ട പോലുള്ള വെള്ളം എടുത്ത് ദേഹത്തൊഴിച്ച് കുളിച്ച വർഷങ്ങൾ, 1-2 പ്രാവശ്യമല്ല. ഇതെല്ലാം ഇങ്ങനെ സഹിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു സഹതാപം എന്നോട് തന്നെ തോന്നി. അയ്യോ, ഞാനൊരു പാവം. എന്റെ ബ്രദർ, എന്റെ സഹോദരന്മാരൊക്കെ വിദേശത്തുണ്ട്, അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നു. ഞാനും അവരൊക്കെ ഒരു കട്ടിലേ കിടന്ന് ഒരു സ്കൂളിൽ പഠിച്ചു വളർന്ന, അവർക്ക് 4 കാറുണ്ട്, എനിക്കൊരു സൈക്കിള് പോലും ഇല്ല. ഞാനിവിടെ വടക്കേ ഇന്ത്യയിൽ പരിപ്പും കഴിച്ച്, ദാലും കഴിച്ച്, കരിമ്പിൻ ജ്യൂസും കുടിച്ച്, ഒരു റബ്ബർ ചെരുപ്പ് ഇട്ടുകൊണ്ട് എനിക്കൊരു പാൻഡേ ഉള്ളായിരുന്നു. അതുമൊക്കെ വെച്ച് രാജസ്ഥാൻ, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, നേപ്പാൾ ഞാൻ അലഞ്ഞു നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയിലോ കട്ടിലേ കിടക്കുമ്പോൾ ഇടയ്ക്കൊരു കരച്ചിലൊക്കെ വരും. എനിക്ക് അയ്യോ, സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ. എൻ്റെ ജ്യേഷ്ഠന്മാർക്കൊക്കെ വീടും അവർക്ക് സ്വന്തമായി വണ്ടി, ഞാനിവിടെ കിടന്ന് എരിവരിയുന്നു, കഷ്ടപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാട്ടൂടെ കേട്ടാൽ പിന്നെ കരച്ചിൽ പെട്ടെന്ന് വരും. ദുഃഖത്തിന്റെ പാനപാത്രം എന്നങ്ങനെ ഒരു പാട്ടമെല്ലാം കേട്ടാൽ പിന്നെ പെട്ടെന്നാ നമുക്ക്. അപ്പൊ അതിനെ സ്വയസഹതാപം എന്ന് പറയും, സെൽഫ് പിറ്റി, നമ്മളെ ഓർത്ത് ഉള്ളൊരു ദുഃഖം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, സെൽഫ് പിറ്റി ഈസ് എ സിൻ. സ്വയസഹതാപം പാപമാണ്. നിങ്ങൾ സ്വയമായി സഹതപിക്കുന്ന ഒരു വ്യക്തിയാണ് പാപം. എനിക്കാരുമില്ല. ദൈവത്തെ അറിഞ്ഞ ശേഷം എനിക്കാരുമില്ല, എന്നേക്കാൾ അവർക്കൊക്കെ എല്ലാം ഉണ്ട്, ഞാനിവിടെ കഷ്ടപ്പെടുന്നു. അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് സെൽഫ് പിറ്റി അടിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പാപം ചെയ്യുകയാണ്. അന്ന് എനിക്കറിയില്ലായിരുന്നു, ഒരു സുഖമാണ് ഇങ്ങനെ കട്ടിലേക്ക് കിടന്ന് കരഞ്ഞോണ്ട്, അയ്യോ എനിക്കാരുമില്ല, ഒന്നുമില്ല, ഞാനൊരു ദൈവദാസൻ, സമ്പത്തില്ല, പൈസയില്ല, വണ്ടിയില്ല, എൻ്റെ വീട്ടുകാർക്കെല്ലാം എല്ലാം ഉണ്ട്, എൻ്റെ അപ്പനും അമ്മയും പോലും സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ അത് ഓർത്ത് ഞാൻ സെൽഫ് പിറ്റി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, സ്വയസഹതാപം പാപ, നീ ഇപ്പോൾ എൻ്റെ മകന, എൻ്റെ സ്നേഹത്തിൽ നീ സെക്യൂറ. ഞാൻ നിന്നെ എൻ്റെ മകനായി നിന്റെ വേലയ്ക്കായി തെരഞ്ഞെടുത്ത ശേഷം പിന്നെ നീ അനാഥത്വം അനുഭവിക്കേണ്ട ആവശ്യമില്ല. നീ ഏറ്റവും വലിയൊരു പ്രവൃത്തിയില്ല. നിങ്ങൾക്കറിയാമല്ലോ ബില്ലിഗ്രാമിനെ കുറിച്ച് കേൾക്കാത്ത ആരുമില്ല. അമേരിക്കയുടെ ലോകത്തിലെ തന്നെ വലിയ സുവിശേഷകനായ ബില്ലിഗ്രാം മരിച്ചുപോയി. അദ്ദേഹത്തോട് ഒരു പ്രാവശ്യം അമേരിക്കയുടെ അംബാസഡർ ആകാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനേക്കാൾ വലിയൊരു ജോലിയിൽ വ്യാപൃതനായിരിക്കുക, ആ ജോലിയിൽ നിന്ന് അതിൽ താഴ്ന്ന ഒരു ജോലിക്കായിട്ട് എനിക്ക് എന്നെ തന്നെ കൊടുക്കാൻ പറ്റത്തില്ല. അമേരിക്കൻ അംബാസഡർ ആകുക എന്ന് പറയുന്ന ജോലി താനിപ്പോൾ ചെയ്യുന്ന ദൈവത്തിന്റെ വേലയേക്കാൾ കുറഞ്ഞ വേലയായിട്ടാണ് അദ്ദേഹം അന്ന് അമേരിക്കയോട് പറഞ്ഞത്. അദ്ദേഹത്തിന് തന്റെ വേലയെക്കുറിച്ച് അഭിമാനമുണ്ടായിരുന്നു. തന്നെ വിളിച്ചതിന്റെ പിതാവിൽ തനിക്ക് വലിയ അഭിമാനമുണ്ടായിരുന്നു. നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ മകനാണെന്ന് നിങ്ങൾ മറക്കരുത്. സ്വയം ആയിട്ടുള്ള സഹതാപം, സെൽഫ് പിറ്റി, അത് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന, ദൈവമേ നിനക്ക് എൻ്റെ കാര്യത്തിൽ യാതൊരു കരുതലുമില്ല, ഇന്നത്തെ എൻ്റെ അവസ്ഥക്കെല്ലാം കാരണം നീയാണ്, ഞാൻ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, ഞാൻ അനാഥൻ. അപ്പോൾ നിങ്ങൾ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്. അല്ല, ദൈവമേ ഞാൻ ഇന്ന് സന്തോഷവാനാണ്, യേശുക്രിസ്തുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നീ എന്നെ സ്നേഹിക്കുന്നു. ആകാശത്തിന്റെ പരിണാമം വിരലുകൊണ്ട് അളക്കുന്നവൻ, സമുദ്രത്തിലെ വെള്ളം മുഴുവനും കൈകളിൽ കോരിയെടുക്കുന്നവൻ, നക്ഷത്രങ്ങളെ ഓരോന്നിനെയും നിരനിരയായി പുറപ്പെടുവിച്ച് അതിന് പേരുകൾ വിളിക്കുന്നവൻ, അവൻ നിന്നോട് പറയുകയാണ്, എൻ്റെ മോനായ പുത്രനായ യേശുവിനെ സ്നേഹിക്കുന്നവനെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന രാത്രി നിങ്ങൾക്ക് എന്ത് വേണം? അതുകൊണ്ട് യൂദ പറയാണ്, ദൈവസ്നേഹത്തിൽ തന്നെ നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളുവിൻ. വേറെ ഓരോടും സെക്യൂർ അല്ല. ആരൊക്കെ നിങ്ങളെ സ്നേഹിക്കാമെന്ന് വാക്ക് പറഞ്ഞാൽ അവരുടെ സ്നേഹമൊന്നും സുരക്ഷിതമല്ല. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവിൽ അറിയണം. അവിടെ നിന്ന് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടൊരു ചുവട് വെക്കാൻ പറ്റുള്ളൂ. ദൈവസ്നേഹം അറിയാത്ത ആർക്കും ഒരു ചുവട് പോലും ആത്മീയ ജീവിതത്തിൽ വെക്കാൻ പറ്റത്തില്ല. പിന്നെ വെക്കാൻ പറ്റുന്നത് മതത്തിലാണ് വെക്കാൻ പറ്റുന്നത്, മതഭക്തിയിൽ വെക്കാൻ പറ്റും. ആത്മീയതയിൽ ചുവടുകൾ വെക്കണമെങ്കിൽ ദൈവസ്നേഹം എന്താണെന്നറിയണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം. 16-ന്റെ 32-33 വാക്യം. യോഹന്നാൻ 16:32-33. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലാതാനും. നിങ്ങൾക്ക് യേശുക്രിസ്തു മതി ബ്രദർ, താങ്ക് യു. യേശുക്രിസ്തു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വാക്കാണ്.
യേശു എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകും, എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. നിങ്ങൾക്കറിയാം ഈ ഭാഗം. യേശുവിനെ അറസ്റ്റ് ചെയ്ത് പിടിച്ചോണ്ട് പോകുമ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് താന്താങ്ങൾക്കുള്ളതിലേക്ക് ചിതറിപ്പോയി. ജീവിച്ചിരുന്നപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ നിന്നോടൊപ്പം മരിക്കാൻ തയ്യാറാ, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും, ഗുരുവേ നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങും പോകത്തില്ല, നിത്യജീവ മൊഴികൾ വിട്ട് ഞങ്ങൾ എവിടെ പോകും എന്നെല്ലാം പറഞ്ഞതാ. പക്ഷെ യേശു അവരുടെ എല്ലാ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി എങ്കിൽ ഇടറും, നിങ്ങൾക്കുള്ള സ്വന്തത്തിലേക്ക് നിങ്ങൾ ഓടിപ്പോകും, നിങ്ങൾ എന്നെ ഏകനായി വിടും. പക്ഷെ അടുത്ത വാക്ക് അത്ഭുതമാണ്. അടുത്ത വാക്ക് യേശു പറയുന്നു, എന്നാൽ ഞാൻ ചിതറിപ്പോയി എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. ശ്രദ്ധിക്കൂ, നിങ്ങൾ എന്നെ എത്ര ഏകനായി വിട്ടാലും ഞാൻ ഏകനാകത്തില്ല. നിങ്ങൾ എല്ലാവരും ഇന്ന് എന്നെ ലിഡറി നിങ്ങൾക്കുള്ളതിലേക്ക് ചിതറിപ്പോയാലും എന്നെ നിങ്ങൾക്ക് ഏകനാക്കാൻ പറ്റത്തില്ല. എന്നെ നിനക്കൊരു ഓർഫണാക്കാൻ പറ്റത്തില്ല. എന്നെ നിനക്കൊരു അനാഥനാക്കാൻ പറ്റത്തില്ല. എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട്. 12 ശിഷ്യന്മാർ ഇടത്തും വലത്തും ഉള്ളപ്പോഴും യേശു തന്റെ സുരക്ഷിതത്വം കണ്ടെത്തിയത് തന്റെ പിതാവിലാണ്. ഹി വാസ് ടോട്ടലി ഫൈൻഡ് ഹിസ് സെക്യൂരിറ്റി ഇൻ ഹിസ് ഫാദർ. ഇപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ഭാര്യ ഉണ്ടായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് ഭാര്യ എല്ലാം നിങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ, പക്ഷേ ആ ഭാര്യയിൽ പോലും നിങ്ങൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഇല്ല. നിങ്ങളുടെ മക്കൾ, അപ്പനമ്മ, ആരിലും നിങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ യേശു പറയാണ്, ഈ 12 3.5 വർഷം കൂടെ കൊണ്ട് നടന്ന ശിഷ്യന്മാർ തന്നെ വിട്ടിട്ട് പോകുമ്പോൾ യേശു പറയാണ്, എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ദുഃഖവും ഇല്ല, കാരണം എൻ്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെ ഒരു കട്ടിലിൽ കിടക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും നിങ്ങളെ കൈവിടേണ്ടി വരാം. മക്കള് പോലും വലുതാവുമ്പോൾ നിങ്ങളെ നോക്കണമെന്ന് നിർബന്ധമില്ല. ന്യായമായത് പലതും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ഈ ലോകത്തിൽ നിങ്ങളെ സഹായിക്കാം, നടത്താം, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറയുന്നവരൊക്കെ സമയമാകുമ്പോൾ കാലുവാരും. എന്നാൽ യേശു ക്രിസ്തു ഏത് പിതാവിൽ സെക്യൂർ ആയിരുന്നു, അതേ പിതാവിനെ ഇന്ന് രാത്രി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എന്നെ കൈവിട്ടാലും ഞാൻ ഇന്ന് രാത്രി ഏകനല്ല, എന്റെ പിതാവ് എന്നോട് കൂടെയുണ്ട്. അതായിരുന്നു യേശുവിന്റെ സെക്യൂരിറ്റി. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു സെക്യൂരിറ്റിയും കൊണ്ടുവന്നില്ല. ദൂതന്മാരുടെ സെക്യൂരിറ്റി അവനില്ലായിരുന്നു. പുത്രനെ അയച്ചപ്പോൾ, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു, അല്ലെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. സിറിയയിലേക്ക്, ഇന്ന് ഈ ലോകത്തിലെ ഇന്ന് ഏറ്റവും വലിയ കലാപകലുഷിതമായ രാജ്യമാണ് സിറിയ, അഫ്ഗാനിസ്ഥാൻ. നിങ്ങൾ ആരെങ്കിലും അവിടെ ജോലി കിട്ടിയാൽ പോവോ? സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ? അവിടെയൊക്കെ ISIയുടെയും താലിബാന്റെയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള പ്രസൻസ് ഉള്ള, അവിടെ ഒരു ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മരണം മുഖാമുഖം കാണുന്ന സ്ഥലം. അവിടേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾ പോവോ? പാകിസ്ഥാനിൽ ജോലി കിട്ടിയാൽ നിങ്ങൾ പോവോ? വളരെ നിർണായകമായ സ്ഥലങ്ങളാണ് അവിടെ. ഏത് സമയത്തും ആരെയും തട്ടിക്കൊണ്ടു പോകാം, ബോംബും വെടിയും ഏത് സമയത്തും. പോകത്തില്ല. പക്ഷേ പിതാവ് തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നിഷ്ഠുരന്മാരായ, പാപികളായ, ദൈവത്തെ മനഃപൂർവ്വം തള്ളിക്കളഞ്ഞ് സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്ന, സിറിയയെക്കാളും അഫ്ഗാനിസ്ഥാനേക്കാളും ഭീകരമായ ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് തന്റെ പുത്രനെ അയക്കുമ്പോൾ ഒരു സെക്യൂരിറ്റിയും കൊടുത്തല്ല അയക്കുന്നു. ഇടത്തും വലത്തും അവന് ദൂതന്മാരുടെ കാവലില്ലായിരുന്നു. അവനെ നസ്രേത്ത് പോലുള്ള ബലഹീനമായ, ദരിദ്രമായ ഒരു ഗ്രാമത്തിലെ ബലഹീനരായ മാതാപിതാക്കളുടെ കുടുംബത്തിലാണ് അവനെ ജനിപ്പിച്ചത്. അവനൊരു സെക്യൂരിറ്റി ഇല്ലായിരുന്നു. അവനെ ഒരാൾക്ക് വന്ന് ചെകിട്ടത്തടിക്കാമായിരുന്നു. അവന് ബോഡി ഗാർഡ് ഇല്ലായിരുന്നു. അവന്റെ മുഖത്ത് ഒരാൾക്ക് വന്ന് തുപ്പാമായിരുന്നു. അവനെ ബേസബൂൽ എന്ന് വിളിക്കാനായിട്ടുള്ള അനുവാദം ലോകത്തിനുണ്ടായിരുന്നു. അവനെ നോക്കി തച്ചന്റെ മകൻ എന്ന് പറഞ്ഞ് കളിയാക്കാൻ ലോകത്തിന് കഴിയുമായിരുന്നു. ഒരിക്കൽ യേശുവിനെ ലോകം വിളിച്ചു. മത്തായിയുടെ സുവിശേഷം 11 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇവൻ ഭോജനപ്രിയൻ. യേശുവിനെ ഭോജനപ്രിയൻ എന്ന് വരെ ലോകം വിളിച്ചു. എന്തും പറയാം യേശുവിനെ, എന്തും ചെയ്യാമായിരുന്നു. പിതാവ് അവന് സെക്യൂരിറ്റി കൊടുത്തിട്ടില്ല. പക്ഷേ യേശുവിന്റെ സെക്യൂരിറ്റി എന്തായിരുന്നറിയോ? എന്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. വേറെ സെക്യൂരിറ്റി ഒന്നും അവന് കൊടുത്തില്ല. ആരോഗ്യത്തിന് സെക്യൂരിറ്റി കൊടുത്തില്ല, ആയുസ്സിന് സെക്യൂരിറ്റി കൊടുത്തില്ല. അവന്റെ കർണത്തടിക്കുന്നതിന് ദൈവം ആരെയും വിലക്കിയില്ല. അവന്റെ മേത്ത് കയറി
അവനെ 39 അടി കൊടുത്തു എന്ന് വേദവസം തെളിവായി പറയുന്നില്ല. എങ്കിലും അവന്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അവനെ തകർത്ത് കളയുവാൻ പിതാവിന് മനസ്സായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കുമ്പോൾ, അവനെ തള്ളിപ്പറയുമ്പോൾ, അവന്റെ ശരീരത്തിന് 30 വെള്ളിക്കാശ് വില പറയുമ്പോൾ ഒന്നും പിതാവ് ആരെയും തടഞ്ഞില്ല. അപ്പോഴും പുത്രന്റെ സ്വസ്ഥതയും സെക്യൂരിറ്റിയും ഉറപ്പും പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. പിതാവ് എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേറെ ഒന്നിലും ഉറപ്പ് കണ്ടെത്തരുത്, നിങ്ങളുടെ പിതാവിൽ മാത്രം. അപ്പോൾ 12 പേര് കൂടെ നിന്നിട്ട് അവരെല്ലാം വിട്ടപ്പോഴും അവനൊരു ശകലം പോലും കുലുങ്ങിയില്ല. പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഏകനല്ല താൻ. ഇന്ന് രാത്രി എത്ര പേര് കൂടെ നിന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാൻ ഏകനല്ലെന്ന്? 50 പേര്, 100 പേര്, 250 പേര് കൂടെ വന്നാൽ അല്ല. ഒരാൾ പോലും നിങ്ങളുടെ കൂടെ നിൽക്കാനില്ലാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് പറയാൻ കഴിയും ഞാൻ ഏകനല്ല, പിതാവ് എന്റെ കൂടെയുണ്ട്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. അതുകൊണ്ട് ആ ദൈവസ്നേഹം നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്ന് പഠിച്ചെടുക്കുന്നാൽ അതൊരു വെളിപ്പാടായി ജീവിതയാത്രയിൽ വളരും തോറും നിങ്ങൾ ആ ദൈവസ്നേഹത്തിൽ കൂടുതൽ 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 നിങ്ങളെ തന്നെ കണ്ടെത്തുകയും ഉറപ്പുള്ളവരാകുകയും ചെയ്യും. എന്റെ 32 വർഷത്തെ യാത്രയിൽ ഇന്നും ദൈവസ്നേഹം ഒരു പുതിയ വെളിച്ചമായി പ്രകാശമായി എന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അരക്ഷിതാവസ്ഥ മാറും, ഇൻസെക്യൂരിറ്റി മാറും. നമുക്കെല്ലാവർക്കും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ യേശുവിന് ആ ഇൻസെക്യൂരിറ്റി ഇല്ലായിരുന്നു. എല്ലാവരും ചെതറിപ്പോയി. യേശു പറഞ്ഞു ഞാൻ ഏകനല്ല, പിതാവിന്റെ കൂടെയുണ്ട്. യേശു ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് തന്നതിച്ചു പോയത് എന്താണെന്നറിയോ? അതിന്റെ തൊട്ട് മുകളിലുള്ള വാക്യം, 27ാമത്തെ വാക്യം, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് യേശു നമുക്ക് തന്ന ഗ്യാരണ്ടി എന്നറിയോ? പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ അപ്പന്റെ സ്നേഹമാണ് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് തരുന്നത്. യേശു ഗ്യാരണ്ടി ആയിട്ട് തന്നത് വേറെ ഒന്നുമല്ല തന്നേച്ചു പോയത്. നിങ്ങളുടെ ജീവന് കർത്താവ് സുരക്ഷിതത്വം ഗ്യാരണ്ടി ചെയ്തിട്ടില്ല, നിങ്ങളുടെ രക്ഷയ്ക്ക് ദൈവം സുരക്ഷിതത്വം ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. വേറെ ചിലയിടത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന നിലയിൽ നിങ്ങളെ പിടിച്ച് കൊല്ലുമെന്നാ പറഞ്ഞു. ദൈവം അവർക്ക് മരണം പ്രോമിസ് ചെയ്തു, അല്ലെ? മത്തായിലും മർക്കോസിലും എല്ലാം പറയുന്നത്, നിങ്ങളെ അവർ പിടിക്കും, നാടുവാഴികളുടെ മുമ്പിൽ കൊണ്ടുപോകും, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്നുള്ള നിലയിൽ കൊല്ലും എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണെന്നുള്ള ചിന്തയിൽ നിങ്ങളെ ആൾക്കാർ പിടിച്ചു കൊല്ലും. അപ്പോൾ ദൈവം ശരീരത്തിന് സെക്യൂരിറ്റി തന്നിട്ടില്ല, ജീവിതത്തിന് സെക്യൂരിറ്റി തന്നിട്ടില്ല, അവന്റെ രക്ഷയ്ക്ക് നമുക്ക് സെക്യൂരിറ്റി തന്നിരിക്കുന്നു. എന്റെ പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ യേശു പോയത്. ആ സെക്യൂരിറ്റി മതി, വേറെ ഒരു സെക്യൂരിറ്റിയും ദൈവം നിങ്ങൾക്ക് തരുന്നില്ല. പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മുടെ മനസ്സിൽ ഒരു മായാവിയായിട്ടോ ഒരു ക്രുദ്ധനായിരിക്കുന്ന വാളും പരിചയും കുന്തവുമായിട്ടിരിക്കുന്ന ഒരു ദൈവമായിട്ടോ അല്ല. അന്യമതസ്ഥരാരും ഇത് കേൾക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്യമതത്തിലൊക്കെ ദൈവം പല മൃഗത്തിന്റെ മുകളിൽ ഇരിക്കുന്നു, ചിലതിന്റെ മുകളിലൊക്കെ പാമ്പ്, ചിലതിന്റെ കയ്യിലൊക്കെ തൃശൂലം, വാള്, ചില ദൈവങ്ങളൊക്കെ വലിയ നാക്കും പല്ലും ഒക്കെ പുറത്തോട്ട് നീട്ടി. ഇത് ലോക മതത്തിന്റെ ഭാവനയാണ്. എന്നാൽ ക്രിസ്തു നമുക്ക് പരിചയപ്പെടുത്തുന്ന പിതാവ് നമ്മെ സ്നേഹിക്കുന്ന അപ്പനാണ്. എങ്ങനെ അറിയാം? നമുക്കൊരു വാക്യം കൂടെ, ഇതൊക്കെ വളരെ സൺഡേ സ്കൂൾ സിലബസ് പോലെ ഉള്ള കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം, അതിന്റെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം തൊട്ട്, മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 45. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു. അപ്പൊ യേശു തന്റെ പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുക. യേശു അങ്ങ് പറയുന്ന എന്നാന്നറിയോ? പിതാവ് അവൻ, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഓടിച്ചെന്ന് കളിക്കാനോ പോടാന്ന് വിളിക്കാനോ പറ്റുന്ന ദൈവമല്ല. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, അവനെ കണ്ട ആരും ജീവിച്ചിരിക്കത്തില്ല, അവൻ ദഹിപ്പിക്കുന്ന അഗ്നി അത്രേ എന്നെല്ലാം വേദോസ്തം എഴുതിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ യേശു പരിചയപ്പെടുത്തുന്നത് ദൈവത്തെക്കുറിച്ച് എന്താ?
യേശു പറയുകയാണ്, സ്വർഗസ്ഥനായ എന്റെ പിതാവ് ആരാന്നറിയോ? ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു. അപ്പോൾ സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിലെ ദുഷ്ടന്മാരുടെ ആ ദേശത്തോട്ട് സൂര്യപ്രകാശം വരാതെ വണ്ണം ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ISIയുടെയോ താലിബാന്റെയോ മറ്റേതെങ്കിലും ആതങ്കവാദിയോ തീവ്രവാദി ഗ്രൂപ്പുകളോ മറ്റേതെങ്കിലും പാപികളായ മനുഷ്യരോ ഈ ലോകത്തിൽ കള്ളനോട്ടടിക്കുന്നവനോ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവന്റെ എല്ലാ വീടിന്റെ മുകളിൽ സൂര്യൻ ഉദിക്കുന്നില്ലേ? അതോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവരുടെ മുകളിൽ മാത്രമോ സൂര്യൻ ഉദിക്കുന്നുള്ളൂ? അല്ല. അപ്പം രണ്ട് കൂട്ടരുടെ മുകളിൽ ദൈവം ഒരുപോലെ ഉദിപ്പിക്കുന്നു. നിങ്ങളായിരുന്നു ദൈവമെങ്കിൽ എന്ത് ചെയ്തേ? ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആണ് ദൈവം ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്തേനെ? നിങ്ങൾ ചെയ്ത് തെരഞ്ഞു പിടിച്ച സൂര്യനെ കൊടുക്കത്തുള്ളൂ. നീതിമാന്റെ മുകളിൽ സൂര്യനെ കൊടുക്കും, ദുഷ്ടന്റെ മുകളിൽ സൂര്യനെ കൊടുക്കും. നിങ്ങളെ അംഗീകരിക്കാത്തവരുടെ പറമ്പിൽ നിങ്ങൾ മഴ പെയ്യിക്കത്തില്ല. പക്ഷെ താഴെ എഴുതിയിരിക്കുന്ന എന്നാണെന്നറിയോ? നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും എന്റെ അപ്പൻ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിക്കുന്നു. പെറുക്കിയാ ചെയ്യുന്നത്. ഓരോരുത്തരുടെയും പറമ്പിൽ എണ്ണിയാ, അല്ലാതെ തങ്കപ്പന്റെ പറമ്പിൽ പെയ്യിക്കാതെ തോമസിന്റെ പറമ്പിൽ പെയ്യിക്കുന്നവനല്ല ദൈവം. കൂടോത്രവും ആഭിചാരവും ചെയ്യുന്ന ഒരുവന്റെ പറമ്പിലും യേശുവിനെ വിശ്വസിക്കുന്നവരുടെ പറമ്പിലും സ്വർഗസ്ഥനായ പിതാവ് ഒരുപോലെ മഞ്ഞും മഴയും പെയ്യിക്കുന്നു. ഇങ്ങനൊരു ദൈവത്തെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിയുമോ? നിങ്ങളായിരുന്നു ദൈവമെങ്കിൽ നിങ്ങളെ കണക്കും പലിശയും കൂട്ടി അവർക്ക് കൊടുക്കത്തുള്ളൂ. പക്ഷെ എന്റെ സ്വർഗസ്ഥനായ പിതാവ്, അതാ യേശു പരിചയപ്പെടുത്തിയ പിതാവ്, എന്റെ അപ്പൻ വാളും പരിചയും കുന്തവും നാക്കും ഒക്കെ നീട്ടി എങ്ങനെ നിങ്ങളെ സംഹരിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സംഹാര താണ്ഡവമാടുന്ന ഒരു ദൈവമല്ല. എന്റെ പിതാവിന്റെ മടിയിലിരുന്ന് ഞാൻ നൂറ്റാണ്ടുകളോളം കണ്ട ഒരു സത്യമുണ്ട്. എന്റെ അപ്പൻ നീതിമാന്റെ മേലും നീതി കെട്ടവന്റെ മേലും മഴ പെയ്യിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അവന്റെ മടിയിലിരുന്ന് കണ്ടിട്ടുണ്ട്. ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും സത്യം ചെയ്യുന്നവന്റെ മേലും അനീതി ചെയ്യുന്നവന്റെ പറമ്പിലും ഒരുപോലെ എന്റെ അപ്പൻ സൂര്യനെ ഉദിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് താഴെ എഴുതിയിരിക്കണം, സൽഗുണപൂർണനായ നിങ്ങളുടെ പിതാവ്, അല്ലെ? താഴെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? 48, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ. അപ്പൊ നമ്മുടെ പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സൽഗുണപൂർണൻ. യേശു തന്റെ പിതാവിനെ കണ്ടിട്ട് വന്നിട്ട് ഭൂമി വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് അവനെ വിശ്വസിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു പ്രയാസമുണ്ട്. ഗുജറാത്തി വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ ഓർക്കും ഈ ദൈവം നല്ല ദൈവമാണ്. ഒറീസയിൽ കൊടുങ്കാറ്റടിച്ച് കുറെ പേര് മരിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഈ ദൈവം നല്ല ദൈവമാണ്. കൊറോണ വന്ന് ആയിരങ്ങൾ മരിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഈ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞതാണ് എനിക്ക് പ്രധാനം. യേശു പറഞ്ഞത് വർഷങ്ങളായി നീതിമാന്റെ മേലും നീതി കെട്ടവന്റെ പറമ്പിലും ഓരോരുത്തരും പെറുക്കി പെറുക്കി മഴ പെയ്യിക്കുന്ന സൽഗുണപൂർണനായ ഒരു പിതാവാണ് സ്വർഗത്തിലുള്ളത്. അതുകൊണ്ട് യോഹന്നാൻ 3:16 ഭയങ്കര വ്യാപ്തിയുണ്ട്, വളരെ വ്യാപ്തിയുണ്ട്. അവൻ സൽഗുണപൂർണൻ. അപ്പൊ നിങ്ങൾക്ക് ദൈവത്തെ കുറെ കൂടെ ഹൃദയംഗമായിട്ട് സ്നേഹിക്കാനും അടുക്കാനും ഭയമില്ലാതെ അവന്റെ അടുക്കൽ വന്ന് ഹൃദയം തുറന്നവനോട് ഒരു ബന്ധം ഉണ്ടാകാനും കഴിയും ഈ വാക്യങ്ങളൊക്കെ. പക്ഷെ അത് വാക്യമായിട്ട് വായിച്ചാൽ മാത്രം പോരാ, ആത്മാവിൽ അത് കൂടുതൽ പ്രകാശിക്കപ്പെടണം. ഇനി നിങ്ങൾ 7-ാമത്തെ അധ്യായം എടുത്താൽ അവിടെ യേശു പിതാവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യവും അതിനെ വളരെ ചിന്തിപ്പിച്ചതാണ്. അതിന്റെ 26-ാമത്തെ വാക്യം, 6-ന്റെ തന്നെ 26, മത്തായി 6:26. നമ്മൾ മുമ്പേ വായിച്ചത് 5 ഇപ്പോൾ 6-ാം അധ്യായം 26. ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരുള്ളൂ. ഈ വാക്യത്തിൽ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് ആ വാക്യത്തിന്റെ പ്രത്യേകത? ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നില്ല. പക്ഷെ അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്വർഗസ്ഥനായ ആ പറവകളുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. മനസ്സിലായോ? പിതാവ് ആരുടെയാ? നിങ്ങളുടെയാ. പറവകളെ പുലർത്തുന്നു. പറവകളെ പുലർത്തുന്നത് പറവകളുടെ പിതാവല്ല. പറവകൾക്കൊരു പിതാവില്ല. നിങ്ങളുടെ അപ്പനാണ് ആ പറവകളെ പുലർത്തുന്നത്. അതാ നിങ്ങളുടെ ധൈര്യം. അപ്പൊ നമ്മളിത് വായിച്ചു പോകുമ്പോൾ നമ്മൾ എന്നാ ചിന്തിക്കുന്നറിയാവോ? ഞാൻ പറയാം, അവ കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടുന്നില്ല, ആ പറവയ്ക്കെല്ലാം
ദൈവം ആഹാരം കൊടുക്കുന്നു. ദൈവം ആഹാരം കൊടുക്കുന്നില്ല, നിന്റെ അപ്പനാണ് അവയ്ക്ക് ആഹാരം കൊടുക്കുന്നതെന്നാ പറഞ്ഞത്. നിങ്ങളുടെ അപ്പൻ, യേശു പറയാണ് നിങ്ങളുടെ അപ്പൻ ആ പറവയ്ക്ക് ആഹാരം കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്കോ? എന്നിട്ട് അടുത്ത ഭാഗം പറയാണ് അവയേക്കാൾ നിങ്ങൾ എത്രയോ വിശേഷതയുള്ളവർ. അപ്പൊ ഇന്ന് രാത്രി ഭൂമിയിലുള്ള സകല പറവുകൾക്കും ആഹാരം കൊടുക്കുന്നത് ദൈവം അല്ല, നിങ്ങളുടെ അപ്പൻ എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. യുവർ ഫാദർ ഗീവ്സ് ദ ഫുഡ്. വയലിലെ റോസയ്ക്ക് ഭംഗി കൊടുക്കുന്നത് റോസയുടെ അപ്പനല്ല, നിങ്ങളുടെ അപ്പനാ. ഇപ്പൊ എന്റെ അപ്പൻ മരിച്ചുപോയി, എന്നാലും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിച്ചാൽ എന്റെ അപ്പനാണ് കലക്ടറെങ്കിൽ മഹാമാരി വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ എല്ലാ വീട്ടിലും അതിന്റെ വാക്സിൻ എത്തിച്ചു കൊടുക്കാൻ എന്റെ അപ്പൻ കലക്ടർ ആയിരിക്കുന്ന ആള് ശ്രമിക്കുമ്പോൾ ആ മകനായ എന്റെ വീട്ടിലും എന്റെ അപ്പൻ എത്രയധികം ആ വാക്സിന്റെ ഡോസ് കൊണ്ടുവരും. അല്ലെങ്കിൽ ഒരു വലിയ ക്ഷാമം വന്നു, എല്ലായിടത്തും അരി വിതരണം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം എന്റെ അപ്പനാണെങ്കിൽ, രാജ്യത്തെ മന്ത്രിയാണെങ്കിൽ, എന്റെ വീട്ടിലായിരിക്കും പിന്നെ പ്രയാസം വരേണ്ട ആവശ്യമില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പൊ കർത്താവ് പറയാം, ഭൂമിയിൽ കാണുന്ന മുഴുവനും പറവകൾക്ക് ആഹാരം കൊടുക്കുകയും അവർക്ക് ഓരോന്നിനും കൊത്തി തിന്നാനുള്ള അരിമണികൾ കൊടുക്കുകയും ചെയ്യുന്നത് അവയുടെ അപ്പനല്ല, നിങ്ങളുടെ അപ്പൻ, മൈ ഫാദർ. യേശു പരിചയപ്പെടുത്തിയ പിതാവതാ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ കൈവിട്ടു പോകും, നിങ്ങൾ ഓടിപ്പോകും, നിങ്ങൾ വാട് കാണുമ്പോൾ പേടിക്കും, നിങ്ങൾ മഹാവിരോധത്തിന്റെ ചേവരെ കാണുമ്പോൾ എന്നെ ഇട്ടേച്ചു പോകും. ഞാനോ ഏകനല്ല, എന്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഈ ഒരു സെക്യൂരിറ്റി മതി പ്രിയോടെ, ബാക്കിയുള്ളതൊന്നും ശാശ്വതമല്ല. അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് കഴിയണം. ക്രിസ്തീയ ജീവിതം അങ്ങനെ ഒരു അങ്ങനെ വരുമ്പോ സ്വയസഹതാപം ഇല്ല, സെൽഫ് പിറ്റി ഇല്ല. എന്നെ അവര് കണ്ടിട്ട് മിണ്ടിയില്ല, കല്യാണത്തിന് അവര് വിളിച്ചില്ല, ഓട്ടോ താങ്ക്സ് പറഞ്ഞപ്പോ എല്ലാവരുടെയും പേര് പറഞ്ഞു, എന്റെ പേര് വിട്ടുപോയി. അളിയന്റെ കല്യാണത്തിന് പാൻറ് വാങ്ങിച്ചു തന്നില്ല. എല്ലാവരും കാറെ കയറ്റിയപ്പോൾ എന്നെ കാറെ കയറ്റിയില്ല, ഞാൻ പിന്നെ ബസ്സേ കയറി വരേണ്ടി വന്നു, എന്നെ മൈൻഡ് ചെയ്തില്ല. ഇതൊന്നും നിങ്ങൾക്കൊരു പ്രയാസമല്ല, അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് പ്രയാസ. പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് പ്രയാസമല്ലാത്തതിന് കാരണം എന്നാണെന്നറിയോ? ഇതിനേക്കാൾ വലിയൊരു അപ്പൻ നിങ്ങളുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുക. അവനിന്റെ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചാൽ പിന്നെ നിങ്ങൾക്ക് പുറമേയുള്ള കണ്ടില്ല, മിണ്ടിയില്ല, അവര് തന്നില്ല, ഇതൊന്നും നിങ്ങൾക്കൊരു ഭാരമാകത്തില്ല. അപ്പൊ ദൈവസ്നേഹത്തെ നിങ്ങൾ അറിയണം, ആ നിലയിൽ അറിയണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചു, ലോക സ്ഥാപനം മുമ്പ് അവൻ നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പൊ നമ്മൾ ഇങ്ങനെ വായിച്ചു, ഉൽപ്പത്തി പുസ്തകം 1:1 മുമ്പ് എഴുതേണ്ട വാക്യമാണ് എഫേസ്യർ 1:4 എന്ന് നമ്മൾ പറഞ്ഞാൽ. കാരണം ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചെന്നും പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് തുടങ്ങിയ ഒരു കാര്യമുണ്ട്, ലോക സ്ഥാപനം മുമ്പ് എന്നെ സ്നേഹിച്ചു. അങ്ങനെയാണ് സൂര്യനെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, സൂര്യ, നീ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നടന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഇതിനു മുമ്പ് ദൈവം ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്തു. സൂര്യന് 450 ബില്യൺ വർഷം പഴക്കമുണ്ടെന്നൊക്കെ ശാസ്ത്രം പറയുന്നു, അതൊക്കെ വെറും കള്ളവാ. നമുക്ക് ഒരു കാര്യം അറിയാം, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്ന ആ ദൈവം ആ നക്ഷത്രങ്ങളെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, നക്ഷത്രമേ, സൂര്യനെ, ചന്ദ്രനെ, ഭൂമി, നിങ്ങളെ ഓരോന്നിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ലോകസ്ഥാപനം മുമ്പ് നടന്ന മറ്റൊരു കാര്യമുണ്ട്, അത് എന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത്. സോ ദ ഡെപ്ത്, ദ വിഡ്ത്ത്, ദ ലെങ്ത് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഗോഡ്സ് ലവ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവന്റെ സ്നേഹത്തിന്റെ നീതിയും ആഴവും വീതിയും സകല വിശുദ്ധന്മാരോടും കൂടെ നിങ്ങൾ ഗ്രഹിക്കണം. എപ്പോഴാണ് എനിക്ക് ഒരു ഉയർച്ച കിട്ടുന്നത്? ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഗൾഫിൽ ചെന്നു, ഗൾഫിൽ ഇരിക്കുന്ന ആളുടെ അടുത്ത ചിന്ത എന്നാണെന്നറിയാം, ഇവിടുന്ന് എപ്പോഴാണ് ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റുന്നുള്ളൂ. ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന ആളുടെ ആഗ്രഹം ഇവിടുന്ന് എങ്ങനെയാ കാനഡയ്ക്ക് പോകാൻ പറ്റുന്നുള്ള. ഉണ്ടവനുപ്പ ഉണ്ണാത്തവൻ എല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് കേരളത്തിൽ, കേട്ടിട്ടുണ്ടോ? ഉണ്ടവനുപ്പ, ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ പുള്ളിയുടെ ചിന്ത എന്നാന്നറിയാം, എവിടെയെങ്കിലും കിടന്നാൽ മതി, പായ പുള്ളി അന്വേഷിക്കും. ഉണ്ണാത്തവൻ എണ്ണ അന്വേഷിക്കുന്നുണ്ട്, ഇല എവിടെ കിട്ടുമെന്നുള്ള ചോറുണ്ണാനായിട്ട്. അപ്പൊ ഓരോരുത്തരും ഓരോ നീഡിലേക്കാ പോകുന്നത്. നിങ്ങളൊരു ആദ്യം മാരുതി കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 വർഷം കഴിയുമ്പോൾ അതങ്ങ് മടുക്കും, പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി വലിയൊരു കാർ വേണം തോന്നും. അതിലൊരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്നോവ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നും. അതുകൊണ്ടാണ് കവി പാടിയത്, കടലിലെ ഓളവും കരളിലെ മോഹവും ഒരിക്കലും അവസാനിക്കത്തില്ല. ഈ കടലിലെ ഓളം ഒരിക്കലും തീരത്തില്ല, കരളിലെ മോഹം അതുപോലെയാണ്. പക്ഷെ ഒരുവൻ യേശുവിൽ തൃപ്തനായാൽ അവൻ എല്ലാത്തിനും തൃപ്തനാകും. യേശുവിൽ തൃപ്തനാകാത്തവൻ ഒന്നിലും തൃപ്തനാകത്തില്ല. അവൻ ഈ ശമ്പളം പോരാ, ഈ രാജ്യം പോരാ, ഇവിടുന്ന് അടുത്ത രാജ്യത്തേക്ക് കടക്കാൻ നോക്കും. ഈ കാറ് പോരാ, അടുത്ത കാറ് വേണം, ഒന്നിലും തൃപ്തനാകത്തില്ല. ക്രിസ്തു സകലത്തിലും തൃപ്തനായിരുന്നു. എങ്ങനെയായിരുന്നറിയോ?
യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന്റെ അമ്മ ആരായിരുന്നറിയോ? മറിയ. ഒരു സാധാരണക്കാരി സ്ത്രീ, വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത സ്ത്രീ. നസ്രയത്തിൽ നിന്ന് വല്ല നന്മ വരുമോ എന്ന് ചോദിക്കത്തക്കവണ്ണം നസ്രയത്ത് ഇസ്രായേലിലെ ലോ ആവറേജ് താഴെയുള്ളവർ താമസിക്കുന്ന സ്ഥലമായിരുന്നു. വലിയ ജ്ഞാനമോ വിദ്യാഭ്യാസമോ കഴിവോ ഒന്നുമില്ലാത്ത, പുരോഹിത കുടുംബമൊന്നും അല്ലാത്ത, VIP അല്ലാത്ത, പരീശന്മാരെ പോലുള്ള വലിയ വലിയ സ്ക്രൈബ്സിനെ പോലുള്ളവരുടെ കുടുംബത്തിനൊന്നുമില്ല യേശു പിറന്നത്. സാധാരണക്കാരൻ. നിങ്ങൾക്കറിയാവോ, യേശു ഒരു പ്രാവശ്യം പോലും പിതാവിനോട് കംപ്ലൈന്റ് പറഞ്ഞില്ല, നീ എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട കുടുംബത്തിൽ എന്നെ ജനിപ്പിച്ചത്? ഇച്ചിരുടെ കഴിവും പ്രാപ്തിയുള്ള ഒരമ്മയോ അപ്പനോ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ യേശു പറഞ്ഞില്ല. പിതാവ് എന്തെല്ലാം ഭൂമിയിൽ അവൻ ഒരുക്കിയോ അതിൻ്റെ അകത്ത് ഒരു വാക്കുപോലും കംപ്ലൈന്റ് പറഞ്ഞില്ല. നസ്രയത്തിൽ വല്ല നന്മയും വരുമോ എന്ന് ആൾക്കാർ ചോദിക്കുന്ന സ്ഥലമായിരുന്നു നസ്രയത്ത്. പക്ഷെ യേശു പിതാവിനോട് കംപ്ലൈന്റ് ചെയ്തില്ല, നീ എന്നെ യെരുശലേം പോലുള്ള ഒരു പട്ടണത്തിൽ എന്തുകൊണ്ട് ജനിപ്പിച്ചില്ല? ഒരു പുരോഹിത കുടുംബത്തിൽ എന്നെ ജനിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടെ ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞില്ല. അവന് 5 ഹാഫ് ബ്രദേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു എന്റെ വിചാരം. അവരാരും യേശുവിനെ വിശ്വസിച്ചില്ല എന്ന് പറയുന്നത്. കാരണം മറിയയ്ക്കും യോസഫിനും മറ്റു മക്കളുണ്ടായിരുന്നു. അവർ യേശുവിനോട് പോരാട്ടത്തിലായിരുന്നു. കാരണം യേശു മാത്രം ആത്മാവിൽ ജനിച്ചത്, അവർ രണ്ടും ബാക്കി മക്കളെല്ലാം ശരീരത്തിലൂടെ ജനിച്ചത്. അതുകൊണ്ട് യേശുവിനോട് അവർക്കൊരു പോരാട്ടം ഉണ്ടായിരുന്നു. പക്ഷെ തന്നെ അംഗീകരിക്കാത്ത സഹോദരന്മാരുള്ള കുടുംബത്തിലാണ് യേശുവിനെ പിതാവ് ജനിപ്പിച്ചത്. ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. യേശു ഈ ഭൂമിയിൽ വരണമെന്ന് തീരുമാനമെടുക്കാൻ പിതാവിന് കോടാനുകോടി വർഷം ഉണ്ടായിരുന്നു. ഇത്രയും കോടി വർഷങ്ങൾ ഉണ്ടായിട്ടും പിതാവ് തീരുമാനിച്ച് എടുത്തത് മറിയയിൽ ജനിക്കണം എന്നാണ്. ആ തീരുമാനം പല പ്രാവശ്യം തിരുത്താമായിരുന്നു. പക്ഷെ പിതാവ് തീരുമാനിച്ചു, ഏറ്റവും എളിയ കുടുംബത്തിൽ, ഏറ്റവും കാർപ്പൻറ്റർ ആയിരിക്കുന്ന യോസഫിന്റെ വീട്ടിൽ, വളരെ സാധാരണക്കാർ താമസിക്കുന്ന നസ്രയത്തിൽ എന്റെ പുത്രൻ ജനിക്കണം. ആ അവസ്ഥ പുത്രന് ദൈവം കൊടുത്തപ്പോൾ പുത്രൻ ഒരിക്കൽ പോലും പിതാവിനോട് കംപ്ലൈന്റ് ചെയ്തില്ല. ഇവിടുത്തെ കാലാവസ്ഥ മോശമാണ്, ഇവിടെ ചൂട് കൂടുതലാ, ഇവിടെ കൊതുക് കൂടുതലാ, ഇവിടെ കറണ്ട് ഇല്ല, ഇവിടെ മൊബൈൽ ഇല്ല. യേശു ജനിക്കുന്ന സമയത്ത് മൊബൈൽ കണ്ടുപിടിച്ചില്ല. മൊബൈൽ കണ്ടുപിടിച്ച ഒരു സമയത്തായിരുന്നു യേശു ഈ ഭൂമിയിൽ വന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ശുശ്രൂഷയൊക്കെ എത്ര അനുഗ്രഹമായിട്ട് നടക്കായിരുന്നു. യേശു കനാന്യ സ്ത്രീയുടെ അടുക്കൽ പോയി കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ 100 മൈലാണ് നടന്നു പോയിട്ട് വരുന്നത്. ഇന്നായിരുന്നെങ്കിൽ യേശുവിന് കനാന്യ സ്ത്രീയുടെ വീട്ടിൽ പോകാനായിട്ട് എന്നാ സമയം എടുക്കുമായിരുന്നു? മോട്ടോർ വാഹനം, കറണ്ട്, ഇലക്ട്രിസിറ്റി, ആധുനിക ഗാഡ്ജറ്റ്സുകള്, കമ്പ്യൂട്ടർ, ഇതൊക്കെ ഉള്ള കാലത്ത് പിതാവ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചിരുന്നെങ്കിൽ ആ ശുശ്രൂഷ എത്ര മനോഹരമായിട്ട് യേശുവിനെ നിവർത്തിക്കാമായിരുന്നു. ഇതിൽ കൂടുതൽ ആൾക്കാർ സൗഖ്യമായിരുന്നു, കൂടുതൽ ആൾക്കാർ യേശുവിനെ വിശ്വസിക്കണം. പക്ഷെ യേശുവിനെ 2000 വർഷം മുമ്പ് അയക്കണമെന്ന് ആ പിതാവ് ആഗ്രഹിച്ചു. അന്ന് കമ്പ്യൂട്ടർ ഇല്ല, മോട്ടോർ വാഹനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇതിന്റെ എല്ലാം പരിമിതിക്കുള്ളിൽ യേശുവിനെ അയക്കുമ്പോൾ പിതാവിനോട് ഒരിക്കൽ പോലും യേശു കംപ്ലൈന്റ് ചെയ്തില്ല, ഇതാണ് എന്റെ ജീവിതം, ഇതാണ് പരിമിതി. തന്നെ വിശ്വസിക്കാത്ത, വളരെ ഇന്ന് പറയുന്ന വാക്കിന് നാളെ വിലയില്ലാത്ത 12 ശിഷ്യന്മാരെ ദൈവം കൊടുത്തവൻ. ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. പറഞ്ഞാലൊന്നും മനസ്സിലാകാത്ത ശിശുക്കളെ എന്ന് വിളിക്കേണ്ടി വരുന്ന ശിഷ്യന്മാർ, അവരെ കുറിച്ചും പിതാവ് കംപ്ലൈന്റ് ചെയ്തില്ല. പുത്രൻ കംപ്ലൈന്റ് ചെയ്തില്ല, എനിക്ക് ഇങ്ങനെയുള്ള ശിഷ്യന്മാരെ എനിക്ക് എന്തിന് തന്നു. ഒരിക്കൽ പോലും യേശു കംപ്ലൈന്റ് ചെയ്തില്ല. ഒറ്റ പ്രാവശ്യം മാത്രം ക്രൂശിൽ കിടക്കുമ്പോൾ പിതാവ് മുഖം തിരിക്കാൻ ശ്രമിച്ചപ്പോൾ, നീ എന്തിനെന്നെ കൈവിടുന്നു എന്നൊരു പ്രാവശ്യം മാത്രമാണ് പുത്രൻ പിതാവിനോട് ഒരു കംപ്ലൈന്റ് പറയുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. അത് അനാദി മുതൽ പിതാവിനോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്താത്ത പുത്രന് ആ 3 മണിക്കൂർ ആ ലോകം ഇരുണ്ട് കിടക്കുമ്പോൾ പിതാവ് പുത്രനെ പാപത്താൽ നിറയപ്പെട്ട അവനെ പാപമാക്കിയപ്പോൾ പിതാവ് പുത്രനെ മുഖം തിരിച്ചപ്പോൾ മാത്രമാണ് പുത്രൻ പറയുന്നത്, നീ എന്നെ എന്തുകൊണ്ട് കൈവിട്ടു, നീ എന്തുകൊണ്ട് എന്നെ ഈ വീട്ടിൽ ജനിപ്പിച്ചു എന്ന് യേശു പറഞ്ഞില്ല, നീ എന്തുകൊണ്ട് കറണ്ട് ഇല്ലാത്ത വീട്ടിൽ എന്നെ ജനിപ്പിച്ചു എന്ന് പറയുന്നില്ല. പിതാവിന്റെ മഹത്വം അല്ലാതെ മറ്റൊന്നും പുത്രനെ വിഷയമല്ലായിരുന്നു. അവൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതം ജീവിപ്പാനാണ്, യേശുവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരാനാണ്. നിങ്ങൾക്ക് കൊതുകുള്ള ഒരു സ്ഥലത്ത് പോയി ജീവിക്കാൻ പറ്റുമോ? ഇന്ന് എന്റെ കൂടെ നിങ്ങൾ നേപ്പാളിൽ വാ, അവിടുത്തെ ടോയ്ലറ്റിൽ ഒരു പ്രാവശ്യം പോയ പിന്നെ നിങ്ങൾക്ക് ടോയ്ലറ്റിലേ പോകണമെന്ന് തോന്നത്തില്ല, അത്രയ്ക്കും വൃത്തിഹീനമാണ്. പക്ഷെ അതൊക്കെ എന്തിരിക്കുന്നു, സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് യേശു വരുമ്പോൾ ഇവിടുത്തെ ടോയ്ലറ്റ് എന്തായിരുന്നു, ഇവിടുത്തെ ക്ലൈമറ്റ് എന്തായിരുന്നു, ഇവിടെ കൊതുക്, ഇവിടുത്തെ മനുഷ്യർ, അതിന്റെ നടുവിൽ യേശു ഒരു കംപ്ലൈന്റും പറയാതെ ജീവിച്ചത് കൊണ്ടാണ് സ്നാനക്കുളത്തിൽ നിന്ന് കയറി വരുമ്പോൾ പിതാവ് പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ എല്ലാ കാര്യത്തിലും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവന്റെ ചിന്ത, ഇവൻ എന്നോടൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, ഇവന് ഞാൻ കൊടുത്ത അപ്പനും അമ്മയ്ക്കും അവൻ കീഴ്പ്പെട്ടിരുന്നു, ഇവൻ ഏത് സാഹചര്യങ്ങളും അവന് എന്നോടൊരു കംപ്ലൈന്റ് പറയാതെ അല്ലെ തൃപ്തനായി
അവൻ എന്റെ സന്നിധിയിൽ വിശ്വസ്തനായി ജീവിച്ചു, അതുകൊണ്ട് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവിൽ നിങ്ങൾ തൃപ്തനാണെങ്കിൽ എല്ലാത്തിലും തൃപ്തന. നിങ്ങളുടെ അപ്പനിൽ തൃപ്തന, അമ്മയിൽ തൃപ്തന, ഭാര്യയിൽ തൃപ്തന, മക്കളിൽ തൃപ്തന, സഭയിൽ തൃപ്തന, ക്ലൈമറ്റിൽ ശുശ്രൂഷയിൽ തൃപ്തന, തന്നിരിക്കുന്ന ജോലിയിൽ തൃപ്തന, ശമ്പളത്തിന്റെ സ്കെയിൽ എത്രയോ അതിൽ തൃപ്തന, ബോസ് ആരാണോ അയാളിൽ തൃപ്തന. ദൈവത്തിൽ തൃപ്തനല്ലാത്തവന് ഒരിടത്തും തൃപ്തിയില്ല. യേശു നമുക്കൊരു മാതൃകയാണ്. അപ്പോൾ ലോകസ്ഥാപനം മുമ്പ് യേശുവിനെ തെരഞ്ഞെടുത്തു. അതിന്റെ ഡെപ്ത് നിങ്ങൾ അറിയാം. പഴയ നിയമം ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്ത ആ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തിയും സ്നേഹത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കേട്ടോ. അല്ലാതെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി പോലും സ്നേഹത്തിൽ നിന്നല്ലാതെ ആരംഭിക്കത്തില്ല. ആവർത്തന പുസ്തകം അതിന്റെ 7-ാം അധ്യായം 6-ാമത്തെ വാക്യം തൊട്ട്. ആവർത്തന പുസ്തകം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, ചാപ്റ്റർ 7, വേഴ്സ് 6 and 7. ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഇസ്രായേലിനോട് പറയുകയാണ്, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മളെ തെരഞ്ഞെടുത്ത പോലെ തന്നെ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. അവന് സ്വന്തം ജനമായിരിക്കാൻ. ഇനി തെരഞ്ഞെടുത്ത് എങ്ങനെയാന്ന് വായിക്കുകയാണെ. യഹോവ നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തത്. കണ്ടോ, യഹോവ എങ്ങനെയാ തെരഞ്ഞെടുത്തത്? പ്രിയപ്പെട്ട തെരഞ്ഞെടുത്തത് കേട്ടോ. നിവൃത്തികേട് കൊണ്ടോ ഇഷ്ടക്കേടിന്നൊന്നുമല്ല, ഇഷ്ടപ്പെട്ടിട്ട് തെരഞ്ഞെടുത്ത ഇസ്രായേലിനെ. നമ്മള് എഫേസ്യ ലേഖനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചായിരുന്നു, തന്റെ പ്രസാദത്തിൽ അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. തന്റെ പ്രസാദത്തിലാ തെരഞ്ഞെടുത്തത്. മനസ്സില്ലാ മനസ്സോടെയല്ല, സന്തോഷത്തോടെ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഒരു ദൈവവേദലായിട്ട് ദൈവത്തിന്റെ ആലയത്തിൽ ഇരിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ ആയിരിക്കുക. കാരണം നിങ്ങൾ അങ്ങ് വലിഞ്ഞു കയറി വന്നതല്ല, നിങ്ങൾ കുറുക്കുവഴി ചാടി വന്നതല്ല, മറുകണ്ഠം ചാടി വന്നതല്ല, കൈക്കൂലി കൊടുത്ത് കയറി വന്നതല്ല. അവന്റെ പ്രസാദത്തിൽ അവൻ നിന്നെ അവിടെ കൊണ്ടുവന്ന. അതുകൊണ്ട് ഭയങ്കര ധൈര്യമുണ്ട്. ചൂളി നിൽക്കണ്ട, മുഷിഞ്ഞവനായി നിൽക്കണ്ട. എല്ലാവർക്കും ദൈവത്തിന്റെ സഭയിൽ പൂർണ്ണ അധികാരവും പദവിയും സന്തോഷവും ഉണ്ട് ദൈവമകൻ എന്ന നിലയിൽ. ഇസ്രായേലിനോട് പറയാണ്, ഞാൻ തന്റെ പ്രസാദത്തിൽ നിങ്ങളെ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തു. അടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നതുകൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ ഇസ്രായേൽ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തു. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുക്കാൻ കാരണം, കർത്താവ് പറയാം, നിങ്ങൾ എണ്ണത്തിൽ വലിപ്പമുള്ളവരായതുകൊണ്ടല്ല, നിങ്ങൾ സകല ജാതിയിലും എണ്ണത്തിൽ കുറവുള്ളവരാണ്. പക്ഷെ ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട് നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രി നമ്മുടെ മുഖത്തോട്ട് നോക്കി കർത്താവിന് ഇതാ പറയുന്നത്, നിങ്ങൾ കഴിവുള്ളവരെ കൊണ്ടോ വിദ്യാഭ്യാസം കൂടുതലുള്ളതുകൊണ്ടോ നല്ല ഗുണങ്ങളുള്ളതുകൊണ്ടോ മെച്ചമായ ആൾക്കാരായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട് നിങ്ങളെ സ്നേഹിക്കൊണ്ട് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അതാ കാരണം. അപ്പോൾ നാം ഇന്ന് പിതാവിന്റെ പല കാര്യങ്ങളെ കേട്ടു. ഒന്നാമൻ സൽഗുണപൂർണനായ പിതാവ്, നീതിമാന്റെ മേലും നീതി കെട്ടവന്റെ മേലും ഒരുപോലെ മഞ്ഞും മഴയും പെയ്യിക്കുന്ന പിതാവ്. പിശാചി നമ്മുടെ അടുക്കൽ വന്ന് പറയും, ദൈവം ഭയങ്കര കർക്കശക്കാരൻ, ആള് ഭയങ്കര പുലിയാ, പുള്ളിയുടെ അടുക്കൽ ചെന്ന് പുള്ളിയെ ഒന്ന് പ്രസാദിപ്പിക്കണ ഭയങ്കര ബുദ്ധിമുട്ടാ, അങ്ങനെയൊന്നും പിതാവിന്റെ അടുക്കൽ ചെല്ലാൻ പറ്റത്തില്ല, പുള്ളി ഭയങ്കര കോപത്തിലിരിക്കുക. അങ്ങനെയല്ല. നിങ്ങളുടെ പിതാവാണ് പറവയ്ക്ക് ആഹാരം കൊടുക്കുന്നത്. നിങ്ങളുടെ പിതാവാണ് സൽഗുണപൂർണ്ണൻ. കള്ളനോട്ടടിക്കുന്നവനും സ്തോത്രം പറയുന്നവന്റെയും പറമ്പിൽ ഒരുപോലെ മഞ്ഞ് പെയ്യിക്കുന്നവൻ നിങ്ങളുടെ പിതാവ്. അവന്റെ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോളുക. മോർ യു കീപ് യുവർ സെൽഫ് ഇൻ ഗോഡ്സ് ലവ്, മോർ യു വിൽ ഫീൽ ദ സെക്യൂരിറ്റി. ഈ അനാഥത്വം മാറണം. അല്ലല്ലേ, അങ്ങനെയുള്ളവർക്ക് ആരാധിക്കാനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അവർ സഭായോഗം എന്ന് പറഞ്ഞൊരു യോഗമൊക്കെ അവർക്കുണ്ടെങ്കിലും അവരെപ്പോഴും ആരാധനയില്ല. വണ്ടി ഓടിക്കുമ്പോഴും ബൈക്ക് ഓടിക്കുമ്പോഴും മഴ വരുന്നൊരു കടത്തിന്റെ കയറി നിൽക്കുമ്പോഴും എല്ലാം അവരുടെ ഹൃദയത്തിൽ ആരാധനയുണ്ട്. കാരണം അവർക്ക് വർഷിപ്പിനൊരു ടൈമില്ല. നോ ടൈം. ഇപ്പൊ നിങ്ങളുടെ അവിടുത്തെ സഭയുടെ ഹോളിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല, ഗൾഫിലെ കാര്യം ഞാൻ വന്നിട്ടില്ല. നാട്ടിലൊക്കെ സഭയുടെ മുകളിൽ ഒരു ബോർഡുണ്ട് ഫ്രണ്ടിൽ, അല്ലെ? അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ, ആരാധനാ യോഗം 10 തൊട്ട് 12 വരെ ആരാധനാ സമയം. അപ്പൊ ഇതിനകത്തൊരു കൗതുകകരമായ ഒരു കാര്യമുണ്ട്. രസത്തിനും കൂടെ ഞാൻ അങ്ങ് പറയാം. ആരാധന 10 തൊട്ട് 12 മണി വരെ ഉള്ളോ? അപ്പൊ 12 മണി കഴിഞ്ഞാൽ പിന്നെ ആരാധന ഇല്ലേ? അപ്പൊ ആരാധന സമയം 10 തൊട്ട് 12 വരെ എന്നത് ഒരു കൗതുകമാണ്. ശരിക്കും മുഴു ജീവിതം ആരാധനയല്ലേ?
അതോ ഞായറാഴ്ച 10 തൊട്ട് 12 മണി വരെ ഉള്ള ആരാധന? ശരിക്കും നമുക്ക് സഭായോഗം 10 തൊട്ട് 12 വരെ എന്ന് എഴുതാം. ആരാധനാ യോഗം 10 തൊട്ട് 12 വരെ എന്ന് എഴുതിയാൽ ശരിയാകത്തില്ല. കാരണം ആരാധന 10 തൊട്ട് 12 വരെ അല്ല, 12 മണി കഴിഞ്ഞു ആരാധന തുടരുക. എന്റെ മുഴു ജീവിതം ആരാധന അല്ലേ? ഞാൻ സൈക്കിൾ ഓടിക്കുമ്പോഴും ആരാധനയാ, ഞാൻ പാട്ട് പാടുമ്പോഴും ആരാധന, ഞാൻ കിടക്കുമ്പോഴും ആരാധന, എന്റെ മുഴു ജീവിതം ആരാധന. ആരാധനയ്ക്ക് 10 തൊട്ട് 12 വരെ എന്നൊരു സമയമില്ല. അത് സഭായോഗമാണ്. വർഷിപ്പ് ഈസ് ദ ഓൾ ലൈഫ്, ടോട്ടൽ ലൈഫാ. കാരണം അവനെ എപ്പോഴും നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുക, അവനെ എപ്പോഴും കൺമുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ആരാധന. എന്റെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഉണ്ട്, ബൈനോക്കുലർ. ഞാൻ എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് പൂർണ്ണചന്ദ്രനുള്ള ദിവസം ബൈനോക്കുലറിലൂടെ ചന്ദ്രനെ കാണുമ്പോൾ അടുത്ത് കാണാം. വെറുതെ പോയി കാണുന്ന. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവത്തെ സ്തുതിക്കും. ചന്ദ്രൻ എന്താണെന്നറിയോ? ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒന്നുമില്ല, 3 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ ഞാൻ സൂര്യനെ ദർശിക്കും. ചില പ്രത്യേക ദിവസങ്ങളിൽ, ചില ഈ എക്ലിപ്സ് ഒക്കെ, സോളാർ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളൊക്കെ വരുമ്പോൾ, ഞാൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ പഠിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ രാത്രിയിൽ എന്റെ ടെറസിന്റെ മുകളിൽ കയറും, വെറുതെ കിടക്കും, നക്ഷത്രങ്ങളെയൊക്കെ നോക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യൻ പോലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. 1.3 മില്യൺ ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയും സൂര്യന്. അതായത് ഏകദേശം 1,30,000 ഭൂമിയെ സൂര്യന്റെ അകത്ത് കയറ്റി വെക്കാം. അതാണ് സൂര്യന്റെ വലിപ്പം. സൂര്യനൊന്നുമില്ല. നമ്മുടെ മിൽക്കി വേ എന്ന് പറഞ്ഞ ഗാലക്സിക്കകത്ത് സൂര്യൻ ഒരു കണ്ണിലെ കരട് മാത്രം. പക്ഷെ ആ സൂര്യന്റെ അകത്ത് 1,30,000 ഭൂമിയെ കയറ്റി വെക്കാം. 1.3 മില്യൺ. 1 ലക്ഷം അല്ല, 13 ലക്ഷം. 1.3 മില്യൺ എന്ന് പറയുമ്പോൾ 1 മില്യൺ 10 ലാക്സ്, 13 ലക്ഷം. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആ സൂര്യനേക്കാൾ 1790 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളെ വരെ ഇപ്പോൾ ശാസ്ത്രം അവരുടെ ടെലിസ്കോപ്പിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കാത്ത ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്റെ ടെറസിൽ കയറി ചില സമയത്ത് അനന്തവികായസിലേക്ക് നോക്കും. എപ്പോഴും ആരാധനയാണ്. ഭക്തൻ എല്ലാത്തിലും ആരാധനയാണ്. എല്ലാം അത്ഭുതമാണ്. എനിക്ക് അത്ഭുതമല്ല. എന്റെ ഈ ഹാർട്ട്, എന്റെ വീട്ടിലെ മോട്ടർ ഉണ്ടല്ലോ, HP ഹോഴ്സ് പമ്പ്, ഇരുമ്പിന്റെ, എത്രയോ പ്രാവശ്യം അത് വൈൻഡ് ചെയ്തു, കേടായി. പക്ഷെ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് എന്റെ ഈ ഹാർട്ട് എന്ന് പറയുന്ന പമ്പ് ഒരു പ്രാവശ്യം പോലും റിപ്പയർ ചെയ്തില്ല. അതിങ്ങനെ അടിച്ചോണ്ടിരിക്കുക, പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത്ഭുതമല്ലേ? 50 വർഷമായിട്ട് നിങ്ങളുടെ വീട്ടിലെ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. എത്ര പ്രാവശ്യം അത് മാറ്റിവെച്ചു, കേടായി, പിന്നെ വൈൻഡിങ് ചെയ്യാൻ കൊടുത്തു. പക്ഷെ നിങ്ങളുടെ ഹൃദയമാകുന്ന ഇത് പമ്പ് ചെയ്യുന്നു. ആരാ ഇത് ചെയ്യുന്നത്? ഒരു ദിവസം ലക്ഷക്കണക്കിന് ലിറ്റർ രക്തം ശുദ്ധീകരിച്ച് യൂറിനായി മാറ്റിക്കൊണ്ട് നിങ്ങളുടെ കിഡ്നി ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി പവർ ആ കിഡ്നിക്ക് കൊടുത്തത് ആരാ? ആരുമല്ല. ഞാനത് കണ്ടിട്ട് പോലുമില്ല. പക്ഷെ എന്റെ ശരീരത്തിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. എവരിവർ ഐ സീ മിറക്കിൾ. ദൈവമാണ് ഈ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിന് പുറത്ത് അത്ഭുതം, എന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ അത്ഭുതം, എന്റെ രക്ഷയിൽ അത്ഭുതം. ഒരു സമയം തന്നെ ആയിരക്കണക്കിന് ഫോട്ടോ എടുക്കാൻ കഴിയുന്ന കണ്ണ്, ആ ഫോട്ടോ എല്ലാം പ്രിന്റ് ഔട്ട് ചെയ്ത് എന്റെ തലച്ചോറ് ശേഖരിച്ച ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ ഫോട്ടോ തിരിച്ചെന്റെ ഓർമ്മപഥത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന അത്ഭുതം എന്റെ ശരീരത്തിൽ വെച്ചിരിക്കുന്നു. എങ്ങും പോകേണ്ട കുഞ്ഞുങ്ങളെ, ആയിരക്കണക്കിന് അത്ഭുതം കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം നിറഞ്ഞിരിക്കുന്നത്. പക്ഷെ നാം അതൊന്നും ധ്യാനിക്കാറില്ല. എനിക്കതുകൊണ്ട് എപ്പോഴും ആരാധനയാണ്. 10 തൊട്ട് 12 വരെ അല്ല ആരാധന. ഓൾ ലൈഫ് ഈസ് വർഷിപ്പ്. ഓൾ ലൈഫ് ഈസ് വർഷിപ്പ്. എല്ലാം കൗതുകത്തോടെ ഞാൻ നോക്കി നിൽക്കും. എന്റെ മിഷണറി, പഞ്ചാബിൽ താമസിക്കുന്ന മിഷണറിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ തത്തയെ അദ്ദേഹം വളർത്തുന്നു. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തത്തയുള്ള സ്ഥലമാണ് പഞ്ചാബ്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ പാടങ്ങളുള്ളതുകൊണ്ട് തത്തയുണ്ട്. തത്ത കയ്യിലൊക്കെ എടുക്കാൻ തലയിലൊക്കെ വന്നിരിക്കും. ഞാൻ അത്ഭുതത്തോടെ ആ തത്തയെ നോക്കി. തത്തയുടെ കളർ എന്താ? പച്ച കളർ അല്ലേ? ദൂരെ ഒന്ന് നോക്കുമ്പോൾ തത്തയ്ക്ക് പച്ച കളർ. ഞാൻ ആ തത്തയെ അടുത്ത് നിന്ന് നോക്കി. എന്റെ കയ്യിലിരുന്നു. 9 ഡിഫറെന്റ് കളറാ തത്തയെ. നമുക്ക് പുറമേ നോക്കുമ്പോൾ പച്ച കളറേ തോന്നത്തുള്ളൂ. പക്ഷെ അതിന്റെ കടലിക്ക് അകത്ത് വയലറ്റ് കളർ. അതിന്റെ അടുത്ത ലെയറിലേക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറുണ്ട്. താഴോട്ട് വരുമ്പോൾ അതിന്റെ ചിറകിന്റെ അടിയിലേക്കൊക്കെ നോക്കണം. പച്ച തന്നെ പല കളറാണ്. ഒലിവ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. പിന്നെ അതിന്റെ അറ്റത്തോട്ട് ഇച്ചിരി നീണ്ടു വരുമ്പോൾ നീല. പക്ഷെ ഇതൊന്നും നമുക്കത്ര കാണാൻ പറ്റത്തില്ല. ആ ഒരു കൊച്ചു പക്ഷിയുടെ തന്നെ ശരീരത്തിൽ വിവിധ രീതിയിൽ, വിവിധ സ്ഥലങ്ങളിൽ പല കളറുകളാണ് അതിനെ അണിയിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ പച്ചയായിട്ട് തോന്നും. അടുത്ത് പിടിച്ച് നോക്കണം. അതിന്റെ കണ്ണിനോട് ചേർന്ന് വരുമ്പോൾ അതിന്റെ ആ വട്ടത്തിന് വേറൊരു കളറാ കൊടുത്തിരിക്കുന്നത് ദൈവം. ഇതെല്ലാം ആരാ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ കർത്താവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, വയലിലെ റോസയ്ക്കും ആകാശത്തിലെ പക്ഷിക്കും ഭംഗിയും ഭക്ഷണവും കൊടുക്കുന്ന നിന്റെ അപ്പനാണെങ്കിൽ നിങ്ങൾ അത്രയധികം വിശേഷതയുള്ളവർ. ഈ ബോധ്യമുള്ളവർ ജയാളികളായിട്ട് ജീവിക്കും.
അല്ലാത്തവരെപ്പോഴും കർത്താവെ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ വിടുവിക്കണേ, ഞങ്ങളുടെ കാര്യം പോക്കാണേ, ഞങ്ങളെ രക്ഷിക്കണേ, കരഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ജീവിക്കാനല്ല നിങ്ങളെ വിളിച്ചിരിക്കും. കീപ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തെ സൂക്ഷിക്കുക. അപ്പൊ ഇസ്രായേലിനോട് ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തു, എന്റെ സ്നേഹത്തെ തെരഞ്ഞെടുത്തു. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ ശേഷം ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. അപ്പം ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കുണ്ടാകാവുന്ന ഒരു വലിയ നഷ്ടം, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നഷ്ടമുണ്ടെന്ന് ഞാൻ പറയുകയല്ല, എങ്കിലും നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുക എന്ന് വിചാരിക്കുക. ഇന്നിപ്പോ മരിച്ചു, ദൈവസന്നിധി ചെല്ലുകയാണ്. നിങ്ങൾ ആദ്യം അറിയാൻ പോകുന്ന എന്നാണെന്നറിയോ? ഇത്ര വലിയ സ്നേഹമാണോ ദൈവം എന്നെ സ്നേഹിച്ച് ഞാനിത് അറിയാതെ പോയി എന്നായിരിക്കും നിങ്ങൾക്ക് ആദ്യം തോന്നുന്നത്. ഈ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്റെ വീട്ടില് ഇപ്പൊ നമ്മുടെ ജോഷിയെ ഉദാഹരണമായിട്ട് എന്റെ വീട്ടിൽ വന്നു. അദ്ദേഹം എന്റെ ഒരു അകന്ന ബന്ധുക്കാരനാണ്, എന്റെ വീട്ടിൽ വന്നു. അപ്പൊ ഞാനും കുടുംബവും വിചാരിച്ചെന്നറിയോ, ജോഷി വന്ന ഒരു ദിവസം രാത്രി താമസിച്ച് പിറ്റേ ദിവസം രാവിലെ പോകുമെന്നാ വിചാരിച്ചത്. പക്ഷെ ജോഷി പോകുന്നില്ല, ബായും ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. നമുക്ക് ചോദിക്കാൻ പറ്റുമല്ലോ, എപ്പോഴാ പോകുന്നു ചോദിക്കാൻ പറ്റുമോ? അപ്പൊ ഞാനോടത്ത് ഉച്ച കഴിഞ്ഞത്തെ ഊണ് കഴിയുമ്പോഴത്തേക്ക് ജോഷി പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ പോകുന്നില്ല. അന്ന് രാത്രി പിറ്റേ ദിവസം രാത്രിയും വീട്ടിൽ താമസിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളുടെ സഖിയൊക്കെ കെട്ടു. ഉണ്ടായിരുന്ന ഇച്ചിരി കോഴിയെല്ലാം ആണ് കറി വെച്ച് കൊടുത്തത്, അതെല്ലാം തീർന്നു. എന്നാൽ അതിന്റെ പിറ്റേ ദിവസം പോകുമെന്നാ വിചാരിച്ചത്. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ രാവിലെ ജോഷി പല്ലൊക്കെ തേച്ച് അന്നും അവിടെ താമസിക്കാനുള്ള നിലപാടാ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ എല്ലാ സുഖവും സന്തോഷവും പോയി, എല്ലാ ഇൻട്രസ്റ്റും പോയി. എപ്പോ പോകും ഇദ്ദേഹം എന്നുള്ള ചിന്തയാ ഞങ്ങൾ. എങ്കിലും ഇതൊന്നും മുഖത്ത് കാണിക്കാതെ ഞങ്ങൾ ചോറ് വിളമ്പുന്നു, കറി കൊടുക്കുന്നു, മോര് കൊടുക്കുന്നു. പക്ഷെ ഉള്ളിൽ എന്നാന്നറിയോ, ഇയാൾ എങ്ങനെയും ഒന്ന് പോയാൽ മതി, കാരണം ഞങ്ങൾക്ക് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ 3-ാം ദിവസമായിട്ട് ജോഷി വീട് വിട്ടു പോകുന്നില്ല. അപ്പൊ ഞങ്ങൾ ഓർത്തു നാളെയെങ്കിലും പോവുമായിരിക്കും, ചോദിക്കാനും പേടിയാ. 4-ാം ദിവസമായി ജോഷി പോകുന്നില്ല. ഞങ്ങളുടെ മുഴുവനും ക്ഷമ പരീക്ഷിക്കപ്പെട്ടു. നീ എങ്ങനെയും ഇദ്ദേഹം ഒന്ന് വെല്ലച്ചാതി പോയാ മതി, പ്രായിക്കൊണ്ടാ ചോറ് വിളമ്പി കൊടുക്കുന്നത്. 5-ാമത്തെ ദിവസം രാവിലെ ജോഷി പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് പോകാൻ ഒരുങ്ങുക. ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസം. അയ്യോ, ഇയാളെ കൊണ്ടുള്ള തൊന്തരവ്, കഷ്ടപ്പാട് അവസാനിച്ചല്ലോ. ചോറും ഒക്കെ വിളമ്പി കൊടുത്ത് മടുത്തു. 5-ാം ദിവസം ജോഷി പോകാൻ ഒരുങ്ങുക. നമുക്കും വലിയ സന്തോഷം. അപ്പൊ ജോഷി പോകാൻ ഒരുങ്ങി, ഷർട്ടും പാന്റും ഒക്കെ ഇട്ടു. ജോഷിയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാനായിട്ട് ഞാനും ഒരുങ്ങി നിൽക്കുക. കൊണ്ടുവിടാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ജോഷി എന്റെ കയ്യിൽ ഒരു പൊതി തന്നു. ഞാൻ അകത്തോട്ട് കയറിയിട്ട് ആ പൊതി തുറന്നു നോക്കിയപ്പോൾ 10 ലക്ഷം രൂപയാണ് എനിക്ക് തന്നിരിക്കുന്നത്. 10 ലക്ഷം രൂപ. അയ്യോ, കഴിഞ്ഞ 5 ദിവസം ഞാൻ എടുത്ത മരണോപ്രാളം എന്തൊക്കെയാ! ഇയാൾ എപ്പോ പോകും. ഇനി ഒരു നേരം കൂടി ഇയാൾക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല, മടുത്തു. ഈ മനുഷ്യനെ കുറിച്ചാണോ ഞാൻ ഈ 5 ദിവസം ചിന്തിച്ചത്? 10 ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ അങ്ങ് ഉരുകിപ്പോയി. ഞാൻ ജോഷിയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ എന്റെ മനസ്സിൽ 100,000 ചിന്തകളാണ്. ഒരു ദിവസം കൂടെ ജോഷി താമസിച്ചിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരൂടെ ചോറ് വിളമ്പി കൊടുക്കേണ്ടതായിരുന്നു. ആ കോഴി വറുത്തൂടെ കൊടുക്കേണ്ടതായിരുന്നു. ചിന്തിക്കത്തില്ലേ? 10 ലക്ഷം കൈ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു, ഞങ്ങളെ കുറിച്ച് കരുതലുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഈ മനുഷ്യനെയാണോ ഞങ്ങൾ ഇത്രയും ദിവസം പ്രാഗിയും ഹൃദയത്തിൽ വെറുത്തും ഒക്കെ ചോറ് വിളമ്പി കൊടുത്തേ? കുറെ കൂടെ അയാളെ സ്നേഹിക്കാമായിരുന്നു, കുറെ കൂടെ വിളമ്പി കൊടുക്കാമായിരുന്നു, ഒരു ദിവസം കൂടെ താമസിപ്പിക്കാമായിരുന്നു എന്നൊക്കെ അപ്പോൾ ചിന്ത വരും. സ്വർഗത്തിൽ ചെന്ന് നീ ദൈവത്തിന്റെ മുഖം കാണുമ്പോൾ നിനക്ക് ഒരു ഓർമ്മ വരും, ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കുറെ കൂടെ അവനെ സ്നേഹിക്കാമായിരുന്നു, കുറെ കൂടെ അവന് വേണ്ടി ചെലവാക്കാമായിരുന്നു, കുറെ കൂടെ അവന്റെ നാമത്തെ മഹിമപ്പെടുത്താമായിരുന്നു, കുറെ കൂടെ അവന് വേണ്ടി എന്നെ തന്നെ കൊടുക്കാമായിരുന്നു. ഇത്ര വലിയ സ്നേഹമായിരുന്നു ഞാൻ മിസ് ചെയ്ത് എന്ന് നീ സ്വർഗത്തിൽ ചെന്ന് അവനെ കാണുമ്പോൾ നിനക്ക് തിരിച്ചറിയും. അത് ഇപ്പോഴേ അറിയുന്നവർ ഇപ്പോഴേ തന്നെ അവന് കൊടുക്കും. അന്ന് നിങ്ങൾക്ക് ഇച്ഛാഭംഗത്തോടെ നിൽക്കാനേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ആ സ്നേഹത്തെ മടിയിലിരുന്ന് കണ്ട പുത്രൻ പറയാണ്, എന്റെ ഡാഡി നല്ലവന്റെ മേലും നീതികെട്ടവന്റെ മേലും ഒരുപോലെ മഞ്ഞു പെയ്യുന്ന കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ആ അപ്പൻ സൽഗുണപൂർണ്ണൻ.
പക്ഷെ അത് എത്ര വൈകി അറിയുന്നു അത്രയും നിങ്ങൾ നിങ്ങൾക്കായിട്ട് ജീവിക്കും. ഹല്ലേലൂയ. രാത്രി ആ സ്നേഹം നിങ്ങളെ കഴുകട്ടെ, ആ സ്നേഹം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ആ സ്നേഹത്തിന്റെ ഉറവ ക്രിസ്തുവിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിലൂടെ ആ സ്നേഹം പുറത്തേക്ക് ഒഴുകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അത് ആദ്യം ആരനുഭവിക്കുന്നറിയോ? നിങ്ങളുടെ ഭാര്യയായിരിക്കും, നിങ്ങളുടെ ഭർത്താവായിരിക്കും, നിങ്ങളുടെ വീട്ടിലായിരിക്കും ആ സ്നേഹത്തിന്റെ ആദ്യത്തെ ചലനം ഉണ്ടാകും. ചിലരുണ്ട് ദൈവത്തെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ, മനുഷ്യരെ സ്നേഹിക്കത്തില്ല. ദൈവത്തെ ഒരാളെ സ്നേഹിക്കുന്നതിന്റെ ആദ്യത്തെ പ്രകടനം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഒരു ഭാഗം കൂടെ വായിച്ച ശേഷം എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വരുമ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ദൈവം ആരെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനെന്നും നിങ്ങൾ അറിയണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നത് നിങ്ങൾ ദൈവത്തിന്റെ പൈതല. ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ഷമിക്കണം, പല മീറ്റിങ്ങുകൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഓർക്കത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യയിലെ തിഹാർ ജയിലില്, ഡൽഹിയിലുള്ള തിഹാർ ജയിലില്, ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലാണ് തിഹാർ ജയിൽ. പല കണക്കുകളാ പറയുന്നത്. 20,000 പ്രിസണേഴ്സ് ഉണ്ട്, ചിലര് പറയുന്നു 14,000 പ്രിസണേഴ്സ് ഉണ്ട്. ആ തിഹാർ ജയിലില് സുവിശേഷം പ്രസംഗിക്കാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയി. 2 ദിവസം എനിക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടി. 1300 പ്രിസണേഴ്സിനോടായിരുന്നു അന്ന് എനിക്ക് ഒരു സെൽ ഗ്രൂപ്പിലുള്ള 1300 പ്രിസണേഴ്സിനോട് സംസാരിക്കണം. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട കൊലപ്പുള്ളികളായ, കണ്ടാൽ പേടി വരുന്ന അജാനബാഹുക്കളായ, പോലീസിന്റെ സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഈ 1200 പ്രിസണേഴ്സിനെ തിഹാർ ജയിലിലെ ഒരു മൈതാനത്ത് കൊണ്ടിരുത്തി. എനിക്ക് 15 മിനിറ്റാണ് അവരോട് പ്രസംഗിക്കാൻ സമയമുള്ളൂ. 15 മിനിറ്റ് കൊണ്ട് പ്രസംഗം തീർക്കണം. അപ്പം വലിയ വലിയ അധികാരികൾ, ഓഫീസേഴ്സ്, സെക്യൂരിറ്റി ഗാർഡ്, മിഷൻ ഗണ്ണും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസുകാര്, അതിന് നടുവിൽ മുഖത്ത് യാതൊരു പ്രസാദവും ഇല്ലാത്ത, ജീവിതത്തിന്റെ ചൈതന്യം നഷ്ടപ്പെട്ട 1300 പ്രിസണേഴ്സ്. എനിക്ക് 15 മിനിറ്റേ ഉള്ളൂ. സഭയിലൊക്കെ കയറി വലിച്ചു വാരി പ്രസംഗിക്കുന്ന പോലെ അവിടെ ചെന്ന് പ്രസംഗിക്കാനും പറ്റില്ല. ഞാൻ അവരോട് ഒറ്റ കാര്യം പറഞ്ഞു, ഈ ജയിലിന് പുറത്ത് നിങ്ങൾക്ക് ഇനി ഒരു ജീവിതമുണ്ട് 10-15 വർഷം കഴിയുമ്പോൾ. പക്ഷെ നിങ്ങളെ ലോകം സ്വീകരിക്കത്തില്ല, ലോകം നിങ്ങളെ കൈക്കൊള്ളത്തില്ല. കാരണം അതിലൊരു ചെറുപ്പക്കാരൻ സ്വന്തം കാമുകിയെ ആസിഡ് ഒഴിച്ചു കൊന്നവനാ. അവൾ അവസാന നിമിഷം കാലുവാരി, അവൾ അവസാന നിമിഷം ബന്ധം വേർപെടുത്താൻ ശ്രമിച്ചപ്പോൾ വേറൊരുത്ത സ്വന്തം അപ്പനെ കുത്തിയിട്ടാ വന്നേ. അപ്പം മരിച്ചു. അവരെയൊക്കെ ഇനി സമൂഹം തിരിച്ച് കൈക്കൊള്ളുവോ? ഇല്ല. അവന്റെ ബന്ധുക്കാര് കൈക്കൊള്ളുവോ? ഇല്ല. കൊലപാതകി എന്ന പേര്. ഓ പ്രിയമുള്ളവരെ, അവരുടെ ജീവിതത്തിന്റെ മനോഭാവം ഭയങ്കര. കാരണം അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ഇനി അവരെ ലോകം കൈക്കൊള്ളത്തില്ല. കൊലപാതക കുറ്റം കഴിഞ്ഞ് ജീവപര്യന്തം തടവും കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് വരുന്നവനെ പൂമാലിട്ടാണോ സ്വീകരിക്കുന്നത്? അല്ല. അങ്ങനെയുള്ള ഒരു സഭയെ വന്നാൽ തന്നെ നമുക്കൊരു ചെറിയ പേടിയാ, അല്ലെ? നമ്മളൊക്കെ പറയുന്നത് പുള്ളി ഒന്ന് സൂക്ഷിച്ചോണം, 2 പേരെ കൊന്നയാളാ, അധികം അടുക്കണ്ടെന്ന് പറയും. കാര്യം പുള്ളി രക്ഷിക്കപ്പെട്ടതൊക്കെയാ ശരി, എന്നാലും കൂടുതൽ കച്ചവടത്തിനൊന്നും പോകണ്ട, നമുക്കൊരു പേടിയാ. ഞാൻ അവരോട് പറഞ്ഞു, ഈ തിഹാർ ജയിലിന്റെ മതിലുകൾ, അനവധി മതിലുകൾ കയറി ഗേറ്റ് കടന്നു വേണം അതിന്റെ ഉള്ളിലെത്താൻ. ഈ മതിലുകൾ കടന്ന് നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഒരു ദിവസം തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ സ്വീകരിപ്പാൻ ലോകത്തിൽ പലരും കാണത്തില്ല, ബന്ധുക്കൾ കാണത്തില്ല. പക്ഷെ ഇപ്പോൾ തന്നെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്, ഒരപ്പനുണ്ട്. ഒരു സംഭവം കൂടെ പറഞ്ഞ് ഇത് ഞാൻ ഇവിടെ കൂടെ അവസാനിപ്പിക്കും. ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. എന്റെ വീടിന്റെ അടുത്ത് 42 വർഷം മുമ്പ്, അന്നത്തെ കാലത്തൊക്കെ പട്ടിണിയൊക്കെയുള്ള കാലങ്ങളായിരുന്നല്ലോ, ഇന്നത്തെ പോലെ സമൃദ്ധിയൊന്നും ഇല്ല. എന്റെ വീടിന്റെ അടുത്ത് 4 ആമക്കളുള്ള ഒരു കുടുംബം. ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ അതിലെ 2-മത്തെയോ 3-മത്തെയോ പയ്യൻ, അവൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു എഞ്ചിനീയറുടെ വീട്ടിന്റെ കോമ്പൗണ്ടിൽ കയറി കോഴിയെ മോഷ്ടിച്ചു. കോഴി, അയാൾക്ക് കുറെ കോഴിയുണ്ട്, കോഴിക്കൂട്ടിന്റെ അകത്ത് കോഴി അടച്ചിട്ടിരിക്കുക. ആഹാരത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവൻ രാത്രിയിൽ ഒരു തീരുമാനം എടുത്തു. അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹം എഞ്ചിനീയറാ അന്നത്തെ കാലത്ത്, അപ്പൊ അത്യാവശ്യം പണമൊക്കെ ഉള്ള ആൾ, അയാളുടെ വീട്ടിന്റെ അകത്ത് കയറി കോഴിക്കൂടിന്റെ അകത്ത് കൈയിട്ടിട്ട് ഒരു കോഴിയെ മോഷ്ടിച്ചു. വേറൊന്നിനുമല്ല, വിൽക്കാൻ വേണ്ടിയാ. രാത്രി കോഴിയുടെ കൂട്ടിന്റെ അകത്ത് കൈയിട്ടപ്പോ കോഴിയെല്ലാം കൂടെ ബഹളം വെച്ചു. എഞ്ചിനീയറും വീട്ടുകാരും ഉണർന്നു. അവര് ലൈറ്റിട്ട് നോക്കുമ്പോൾ കോഴിക്കൂട്ടിൽ ബഹളം. കോഴിക്കൂട് തുറന്നു കിടക്കുന്നു, കോഴിയെ ഒരെണ്ണത്തെ കാണുന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി കള്ളൻ കയറി മോഷ്ടിച്ചു കോഴി.
എഞ്ചിനീയർ ബുദ്ധിമാനായതുകൊണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ചന്തയിൽ പിറ്റേ ദിവസം രാവിലെ തലയൊക്കെ മറച്ച്, കള്ളൻ അവിടെ വരും, അവൻ ഈ കോഴിയെ വിൽക്കാൻ അവിടെ വരും, കാരണം അത് ഈ ചന്തയാണ്. അവനെ പിടിക്കാൻ വേണ്ടി ചന്തയുടെ ഒരു കോർണറിൽ മറഞ്ഞു നിന്നു. അപ്പൊ നമ്മുടെ ഈ പ്രിയപ്പെട്ട കള്ളനുണ്ടല്ലോ, അദ്ദേഹം ഈ കോഴിയായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അവൻ ഈ കോഴി വിൽക്കാനായിട്ട് ശ്രമിക്കുകയും അവനെ കയറി അങ്ങ് പിടിക്കുകയും എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇവൻ എന്റെ വീട്ടിലെ കോഴിയെ മോഷ്ടിച്ചെന്ന് പരസ്യമായി പറയുകയും ചെയ്തപ്പോൾ അവിടെ വെച്ച് എല്ലാ നാട്ടുകാരുടെ മുമ്പിൽ ആ പുള്ളി നാണം കെട്ടു. നിവൃത്തിയോടുകൊണ്ട് അവൻ കോഴിയെ മോഷ്ടിച്ചാട്ടോ. അദ്ദേഹത്തിന് ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് പേര് കോഴിക്കള്ളൻ രാജു എന്ന്. കോഴിക്കള്ളൻ രാജു. വർഷം 40 കഴിഞ്ഞു, ഇന്നും പുള്ളിയെ ആൾക്കാർ വിളിക്കുന്ന എന്നാ പേരെന്നറിയോ? കോഴിക്കള്ളൻ രാജു. പുള്ളി രക്ഷപ്പെട്ടു കേട്ടോ. പുള്ളി ഗൾഫിലൊക്കെ പോയി നല്ല പൈസയൊക്കെ ആയി, നല്ല വീടൊക്കെ പണിതു, യേശുവിനെ അറിഞ്ഞ് വിശ്വാസത്തിലും വന്നു. പക്ഷെ ഇപ്പോഴും നാട്ടുകാർ പുള്ളിയെ വിളിക്കുന്ന പേരെന്നാന്നറിയോ? എന്നാ? കോഴിക്കള്ളൻ രാജു. ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കട്ടെ. ഇബ്രായ ലേഖനം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇബ്രായ ലേഖനം 8-ാം അധ്യായം 12-ാമത്തെ 8:10. ഞാൻ വായിക്കാം. 8:12 എന്നാൽ ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല. ഒറ്റ വാക്ക് മതി. അവരുടെ പാപങ്ങളെ ഞാൻ ഇനി ഓർക്കത്തില്ല. അന്ന് കോഴിയെ മോഷ്ടിച്ച രാജുവിനെ ഇന്നും ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കള്ളൻ രാജു എന്നാ വിളിക്കുന്നത്. എല്ലാവരും അവൻ ചെയ്ത പിഴവിന്റെ പേരിലാണ് ഓർക്കുന്നത്. പക്ഷെ ബൈബിള് പറയാണ്, ഞാൻ ഇനിയും അവനെ ഓർക്കുക പോലുമില്ല അവന്റെ പാപങ്ങൾ. അവൻ എന്ന് യേശുവിനെ അറിഞ്ഞോ അന്ന് കോഴിയെ മോഷ്ടിച്ച ചരിത്രം അവൻ എന്നേക്കുമായി ഡിലീറ്റ് ചെയ്തു. ദൈവത്തിന്റെ സ്മൃതിപഥത്തിൽ കോഴിയെ മോഷ്ടിച്ചവനെന്ന ഒരു ചിന്ത പോലുമില്ല. പക്ഷെ നാട്ടുകാരായ എല്ലാവരും അവനെ ഇന്നും കോഴിക്കള്ളൻ രാജു എന്നാണ്. രാജു ഗൾഫിൽ അവധിക്ക് വരുമ്പോൾ നാട്ടുകാർ പറയും, രാജു വന്നിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, ഏത് രാജു? കോഴിക്കള്ളൻ രാജു. പക്ഷെ കർത്താവ് പറയുന്ന അറിയോ? ഞാൻ അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയില്ല. ക്ഷമിക്കുമെന്നല്ല പറഞ്ഞത്, ക്ഷമിക്കുന്നത് വേറൊരു കാര്യം. പക്ഷെ ഞാനത് ഓർക്കത്ത് പോലുമില്ല. എന്നേക്കുമായിട്ട് ഞാനത് ഫോർമാറ്റ് ചെയ്ത് കളയും. ദൈവത്തിന്റെ തലച്ചോറിൽ ഒരു മനുഷ്യൻ പാപം ചെയ്തിട്ട് പിടിക്കപ്പെട്ടിട്ട് അവൻ ദൈവസ്ഥനത്തിൽ ആ പാപം ഏറ്റു പറഞ്ഞാൽ, പണ്ടവനത് ചെയ്തതായിരുന്നു എന്ന് എനിക്കറിയാം എന്ന് പറയാൻ പോലും കഴിയാതെ വണ്ണം നിന്നേക്കും ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അത് ഡിലീറ്റ് ആകുമെന്നാ പറയുന്നത്. പക്ഷെ നാട്ടുകാരുടെ ഹൃദയത്തിൽ നിന്ന് ഡിലീറ്റ് ആകത്തില്ല. ഇതാണ് സ്വർഗസ്ഥനായ സൽഗുണപൂർണനായ എന്റെ പിതാവിനെ കുറിച്ച് ബൈബിള് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ഷമിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അറിയാം, പക്ഷേ മറക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അറിയത്തില്ല. ഇപ്പൊ ഞാനും ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രദറുമായിട്ട് വഴക്ക് പിടിച്ചു, ഞങ്ങൾ തമ്മിൽ അടിയായി, അവസാനം പാസ്റ്റർ ഇടപെട്ടു, ഞങ്ങൾ തമ്മിൽ അവസാനം രമ്യതപ്പെട്ടു, കൈപിടിച്ചു, തമ്മിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് ക്ഷമിച്ചു. പക്ഷേ എത്ര ക്ഷമിച്ചാലും ഞങ്ങൾ രണ്ടുപേരും അത് മറക്കത്തില്ല ആ സംഭവം. എന്നാലും ആ സഹോദരൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ. പക്ഷെ ദൈവത്തിന്റെ ഗുണം എന്നാണെന്നറിയോ? ക്ഷമിക്കുക മാത്രമല്ല, പിന്നെ ഒരിക്കൽ പോലും അത് തിരിച്ചെടുക്കാതെ വണ്ണം തന്റെ ഓർമ്മയിൽ നിന്ന് എന്നേക്കും ഡിലീറ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് നിനക്ക് ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ധൈര്യത്തോടെ കോഴിയെ കട്ടവനും വരാൻ പറ്റുന്നത്. കാരണം ഇത് ഓർത്തോണ്ടിരിക്കുന്ന ഒരുവനല്ല, എന്നേക്കും അത് സ്മൃതിയുടെ പദത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് നീ കട്ടവനാണെന്നുള്ള വിചാരത്തിൽ വരണ്ട. 10 പേരെ കുത്തിയവനോ 20 വർഷം വ്യഭിചാരത്തിൽ കഴിഞ്ഞവനും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പിതാവിന്റെ അടുക്കൽ ധൈര്യത്തോടെ വരാൻ കഴിയുന്നത് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ക്ഷമിച്ചവന്റെ പാപത്തെ കംപ്ലീറ്റ് മറന്നുപോയെന്നാ പറയുന്നത്. അതിന് ഓർക്കത്തില്ല. അതാ നിന്റെ ധൈര്യം. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോലും പാപം ചെയ്തിട്ട് വന്ന് നിൽക്കണമെങ്കിൽ അത്ര ധൈര്യം കിട്ടത്തില്ല. കാരണം അവൾ അത് ഓർക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്ത് ക്ഷമിച്ചു കാണും, പക്ഷെ അവൾ അത് ഓർക്കും. പക്ഷെ നിന്റെ സ്വർഗീയ പിതാവ് അത് മറക്കുകയും ചെയ്യും, അത് ഓർക്കത്തുമില്ല. ഇതാ ദൈവത്തിന്റെ ഹൃദയം. ഈ ഹൃദയം നിങ്ങൾ അറിയാതെ പാട്ടുപാടിയിട്ട് കാര്യമില്ല. ഈ ഹൃദയം അറിയാതെ നിങ്ങൾക്ക് അവനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഈ ഹൃദയം അറിയാതെ നിങ്ങൾക്ക് അവനെ സേവിക്കാൻ പറ്റത്തില്ല. ഈ ഹൃദയം അറിയാതെ നിങ്ങൾക്ക് വളരാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊരു മതഭക്തനാകാൻ പറ്റും, യു കനോട്ട് ബി എ ക്രിസ്ത്യൻ. നിങ്ങൾക്കൊരു ക്രിസ്ത്യൻ ആകണമെങ്കിൽ നിങ്ങൾ ഈ പിതാവിന്റെ, ഈ ദൈവത്തിന്റെ, ഈ ക്രിസ്തുവിന്റെ, ഈ ത്രിയേക ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞാലേ നിങ്ങൾ കർത്തവത്തായി അവന് വേണ്ടി ജീവിക്കാം. ആ വാക്യം ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. യൂദ 21. നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. എവിടെ പോയാലും ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ്
ആ സ്നേഹത്തിന്റെ സെന്ററിൽ നിങ്ങളെ തന്നെ സെക്യൂർ ചെയ്യുക. ലോകം മുഴുവൻ നിങ്ങൾക്ക് കാൽക്കീഴിലായിരിക്കും. ഗോഡ് ബ്ലസ് യു ബ്രദേഴ്സ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.